Hello everyone. ഞാൻ പറയുന്നത് കേൾക്കാവോ? Am I audible? Hope I am audible. Okay, welcome to for webinar series. Yes, അപ്പം AIMJRF Ultimate Webinar Series-ലേക്ക് സ്വാഗതം. പൊളിറ്റിക്കൽ സയൻസ് റിലേറ്റഡ് ആയിട്ടാണ് നമ്മൾ ഇന്ന് എങ്ങനെ പൊളിറ്റിക്കൽ സയൻസിൽ JRF ക്രാക്ക് ചെയ്യാം എന്നതിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് മെയിൻ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. എൻ്റെ പേര് സോണൽ. ഞാൻ ഐഫറിൽ പൊളിറ്റിക്കൽ സയൻസ് മെന്റർ ഫാക്കൽറ്റി ഒക്കെയാണ്. 1.5 വർഷമായിട്ട് ഞാൻ ഈ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന. അതോടൊപ്പം തന്നെ ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ ഞാൻ JRF ക്വാളിഫൈ ചെയ്തതാണ്. ഐ ക്വാളിഫൈഡ് JRF ഇൻ മൈ ഫസ്റ്റ് അറ്റംപ്റ്റ്. അപ്പം എൻ്റെ ഒരു ഇൻസൈറ്റും നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ പ്രൊവൈഡ് ചെയ്യുന്ന പല ഫെസിലിറ്റീസിലൂടെ നമുക്ക് എങ്ങനെ JRF ക്രാക്ക് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. JRF എങ്ങനെ എളുപ്പത്തിൽ ക്രാക്ക് ചെയ്യാം എന്നുള്ളതാണ് ഡിസ്കസ് ചെയ്യുന്നത്. യെസ്. അപ്പൊ നമ്മുടെ ജാനുവരി നടന്ന എക്സാമിന്റെ റിസൾട്ട് കഴിഞ്ഞ മാസം വന്നിരുന്നു. മികച്ച റിസൾട്ടാണ് നമുക്ക് ലഭിച്ചത്, ഐഫറിന് ലഭിച്ചത്. അപ്പം ഇതുവരെ ഐഫറിന്റെ റിസൾട്ട് എന്ന് പറയുന്നത് 561 നെറ്റും 64 JRF. അല്ലല്ല, കഴിഞ്ഞ ജാനുവരിയിലെ ഐഫറിന്റെ റിസൾട്ട് എന്ന് പറയുന്നത് 561 നെറ്റും 64 JRF ആൻഡ് 1418 PhD ആണ്. അപ്പം ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള റിസൾട്ടാണ് നമുക്ക് ഇപ്രാവശ്യം ലഭിച്ചത്. വളരെ വലിയൊരു റിസൾട്ടാണ് നമുക്ക് ഈ ഒരു ടേമിൽ അല്ലെങ്കിൽ ഈ ഒരു എക്സാമിൽ നിന്ന് നമുക്ക് ലഭിച്ചത്. അതായത് 561 നെറ്റ്, 64 JRF ആൻഡ് 1480 PhD ക്വാളിഫിക്കേഷൻ. അപ്പൊ ഈ രീതിയിലാണ് നമ്മളെ റിസൾട്ട് വരുന്നത്, ഐഫറിന്റെ റിസൾട്ട് വരുന്നത്. The best time to plant a tree was 20 years ago. The second best time is now. നമ്മൾ ഒരു കോട്ട് വെച്ചുകൊണ്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ നമ്മള് പിന്നെന്താ പറയാ, പിന്നെ നമുക്ക് ഒരു ലക്ഷ്യമുണ്ട്, അല്ലെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യണം, ഒരു കാര്യം സീരിയസ് ആയിട്ട് ചെയ്യണം. നമ്മുടെ ലൈഫിൽ ഒരു കാര്യം നമുക്ക് സീരിയസ് ആയിട്ട് ചെയ്യണം. അതിനുവേണ്ടി നമ്മൾ എപ്പോഴാണ് എഫേർട്ട് എടുക്കാൻ സ്റ്റാർട്ട് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. എപ്പോഴാണ് നമ്മൾ എഫേർട്ട് എടുക്കാൻ സ്റ്റാർട്ട് ചെയ്യേണ്ടത്, വെൻ വി ഹാവ് ടു സ്റ്റാർട്ട് എന്നുള്ളതാണ്. അപ്പൊ ആ ഒരു കാര്യത്തിലേക്ക് എത്താൻ ഉള്ള ആ ഒരു പരിശ്രമം എപ്പോൾ സ്റ്റാർട്ട് ചെയ്യണം. ദ സെക്കൻഡ് ബെസ്റ്റ് ടൈം ഈസ് നൗ എന്നുള്ളതാണ്. ഫസ്റ്റ് ബെസ്റ്റ് ടൈം നമ്മൾ പറയും, അന്ന് ഇങ്ങനെ ചെയ്തിരുന്നെങ്കിൽ, അല്ലെ അന്ന് അങ്ങനെ പഠിച്ചിരുന്നെങ്കിൽ, അന്ന് അങ്ങനെ സ്റ്റാർട്ട് ചെയ്തിരുന്നെങ്കിൽ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അല്ലെ. അപ്പം നമ്മൾ പാസ്റ്റിനെ കുറിച്ച് നമ്മൾ ഒരിക്കലും റിഗ്രറ്റ് ആവാതെ സെക്കൻഡ് ബെസ്റ്റ് ടൈം എന്താണ്, നൗ എന്നുള്ളതാണ്, ഇപ്പോ ആണ് റൈറ്റ് ടൈം, അല്ലെ റൈറ്റ് സെക്കൻഡ് ബെസ്റ്റ് ടൈം എന്ന് പറയുന്നത്, റൈറ്റ് സെക്കൻഡ് ടൈം എന്ന് പറയുന്നത് ഈ ഒരു മൊമെന്റ് ആണ്. ഇപ്പം തന്നെ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, ഈ വെബിനാർ സീരീസിലൂടെ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക. ഈ വെബിനാർ ഒരു എന്താ പറയാ കണ്ടുകൊണ്ട് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ് ഇമ്പോർട്ടന്റ് ആയ കാര്യം. അപ്പൊ പാസ്റ്റിനെ കുറിച്ച് നമ്മൾ ഒരിക്കലും റിഗ്രറ്റ് ആവേണ്ടതില്ല, അല്ലെങ്കിൽ നമ്മൾ വിഷമിക്കേണ്ടതില്ല. മറിച്ച് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, ഇനി മുന്നോട്ട് എങ്ങനെ നമ്മൾ എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത് എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. ഓക്കെ, അതാണ് സെക്കൻഡ് ബെസ്റ്റ് ടൈം ഇസ് തന്നെ നമ്മൾ എന്താണ് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഈ വെബിനാറിലൂടെ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാം. ഒരു ലക്ഷ്യമുണ്ട്, ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ നിങ്ങൾ ആ ഒരു പരിശ്രമം ഇപ്പം തന്നെ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ പൊളിറ്റിക്കൽ സയൻസ് റിലേറ്റഡ് ആയിട്ട് പൊളിറ്റിക്കൽ സയൻസിൽ എങ്ങനെയാണ് JRF നെറ്റ് ക്രാക്ക് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, എന്താണ് നെറ്റ് JRF എക്സാം എന്നുള്ളതാണ് നമ്മൾ ആദ്യം. എന്താണ് എക്സാം? എക്സാമിനെ കുറിച്ച് അറിഞ്ഞിരിക്കണം. ഈ എക്സാം കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്, വാട്ട്സ് ദ പർപ്പസ് ഓഫ് ദിസ് എക്സാം എന്നുള്ളത്. ഓക്കെ, എന്താണ് ഈ എക്സാം കൊണ്ട് ഉദ്ദേശിക്കുന്നത്, അല്ലെ എന്താണ് ഈ എക്സാമിന്റെ ഉദ്ദേശം? അപ്പൊ മെയിൻലി സെപ്റ്റംബർ തൊട്ട് അല്ലെങ്കിൽ ജൂൺ സൈക്കിൾ തൊട്ട് എന്താണ് മൂന്നാമതൊരു ക്വാളിഫിക്കേഷൻ കൂടെ വന്നു എന്നുള്ളതാണ്. അപ്പൊ ഈ എക്സാമിലൂടെ 3 ക്വാളിഫിക്കേഷൻ ആണ് ഉണ്ടാകുക. 3 രീതിയിലാണ് ക്വാളിഫിക്കേഷൻ വരുന്നത്. ഒന്ന് പറഞ്ഞാൽ JRF ആണ്, ജൂനിയർ റിസർച്ച് ഫെലോഷിപ്പ്. JRF ക്വാളിഫൈ ചെയ്യുന്നവർക്ക് 37,000 രൂപ ഇനീഷ്യൽ 2 years PhD അഡ്മിഷൻ എടുത്താൽ, PhD ചെയ്യുന്ന സമയത്ത് ആദ്യത്തെ 2 വർഷം 37,000 രൂപയും പിന്നീടുള്ള 3 വർഷം 42,000 രൂപയും ഫെലോഷിപ്പ് ആയിട്ട് സ്റ്റൈപ്പൻഡ് പോലെ കിട്ടും, ഫെലോഷിപ്പ് ആയിട്ട് സ്റ്റൈപ്പൻഡ് ആയിട്ട് കിട്ടും എന്നുള്ളതാണ്. ഓക്കെ, അതാണ് JRF എന്ന് പറയുന്നത്. ജൂനിയർ റിസർച്ച് ഫെലോഷിപ്പ്. പിന്നെ വരുന്നതാണ് നെറ്റ്, അല്ലെങ്കിൽ അസിസ്റ്റന്റ് പ്രൊഫസർഷിപ്പ് എന്ന് പറയുന്നത് നെറ്റ്. ഓക്കെ, അപ്പം എന്താ പറയാ, ഇമ്പോർട്ടന്റ് ക്വാളിഫിക്കേഷൻ ഫോർ
ടീച്ചിങ് എന്നുള്ളതാണ്. നെറ്റ് എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടന്റ് ക്വാളിഫിക്കേഷൻ ആണ് ഫോർ ദ ജോബ് ഓഫ് ടീച്ചിങ്. ടീച്ചിങ് ജോബിലേക്ക് അല്ലെ ടീച്ചിങ് കരിയറിലേക്ക് നമ്മൾ വരണമെങ്കിൽ വൺ ഓഫ് ദി ഇമ്പോർട്ടന്റ് ടോപ്പിക് ഐ മീൻ ഇമ്പോർട്ടന്റ് ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് നെറ്റാണ്. നാഷണൽ എലിജിബിലിറ്റി ടെസ്റ്റ് എന്ന് പറയും. പിന്നെ വരുന്നതാണ് മൂന്നാമത്തെ PhD അഡ്മിഷൻ. അപ്പം ഇന്ത്യയിലെ കേന്ദ്ര പിന്നെ സംസ്ഥാന സർവകലാശാലകളിൽ PhD അഡ്മിഷൻ എടുക്കണമെങ്കിൽ നേരത്തെ ഒരു നേരത്തെ എൻട്രൻസിലൂടെയാണ് എടുത്തുകൊണ്ടിരുന്നത്. പല യൂണിവേഴ്സിറ്റീസും എൻട്രൻസിലൂടെയാണ് അവർ നടത്തുന്ന എൻട്രൻസിലൂടെയാണ് പല യൂണിവേഴ്സിറ്റീസും ഇന്റർവ്യൂയിലേക്ക് നമ്മളെ വിളിക്കുന്നത്, അല്ലെങ്കിൽ ഇന്റർവ്യൂ ക്വാളിഫിക്കേഷൻ വരുന്നത്. പക്ഷേ സെപ്റ്റംബർ തൊട്ട് എന്താണ് സംഭവിച്ചത്? സെപ്റ്റംബർ തൊട്ട് ഈ ഒരു PhD എന്ന് പറയുന്നത് അല്ലെങ്കിൽ PhD അഡ്മിഷൻ പ്രോസസ് എന്ന് പറയുന്നത് നെറ്റിന്റെ ഈ ഒരു എക്സാമിന്റെ അണ്ടറിൽ വന്നു എന്നുള്ളതാണ്. ഓക്കെ, ഈ ഒരു എക്സാമിന്റെ അണ്ടറിൽ വന്നു PhD ക്വാളിഫിക്കേഷൻ ടു PhD അഡ്മിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ 3 രീതിയിലാണ് ഈ എക്സാമിന് ക്വാളിഫിക്കേഷൻ വരുന്നത്. ഒന്നെന്ന് പറയുന്നത് JRF, പിന്നെ നെറ്റ്, PhD അഡ്മിഷൻ. അപ്പൊ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട JRF ആണ്. JRF ഉണ്ടെങ്കിൽ നമുക്ക് എന്താണ് 5 വർഷം നമുക്ക് PhD ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. വിത്ത് എ ഫൈനാൻഷ്യൽ സപ്പോർട്ട്, വിത്ത് എ സ്റ്റേബിൾ അല്ലെങ്കിൽ എന്താണ് വിത്ത് ഗുഡ് ഫൈനാൻഷ്യൽ സപ്പോർട്ട് നമുക്ക് PhD ചെയ്യാൻ പറ്റും. അതൊരു വലിയൊരു ക്വാളിഫിക്കേഷൻ ആണ്. ഓക്കെ, നമുക്ക് എഡ്യൂക്കേഷൻ എടുത്ത് നോക്കിയാൽ ഒരാളുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എടുത്ത് നോക്കിയാൽ PhD എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഒരു ഹയസ്റ്റ് ക്വാളിഫിക്കേഷൻ ആണ് നമുക്ക് പറയാൻ സാധിക്കും. ഇമ്പോർട്ടന്റ് അല്ലെ ഹയസ്റ്റ് ക്വാളിഫിക്കേഷൻ ആണ് നമുക്ക് പറയാൻ സാധിക്കും. അപ്പൊ ആ PhD പ്രോസസ് അല്ലെ ആ PhD നമുക്ക് ഫൈനാൻഷ്യൽ ഡിഫിക്കൽട്ടീസ് ഇല്ലാതെ കംപ്ലീറ്റ് ആക്കാൻ JRF നമ്മളെ സഹായിക്കും എന്നുള്ളതാണ്. ഓക്കെ, അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ക്വാളിഫിക്കേഷൻ. ഐ മീൻ പിന്നെ വരുന്നു ഇമ്പോർട്ടന്റ് ആണ്, പക്ഷെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത് JRF ആണ് എന്നുള്ളതാണ്. അപ്പൊ അത് മനസ്സിലാക്കുക. നമ്മൾ ഫസ്റ്റ് പ്രിപ്പറേഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ പിന്നെ എന്താ പറയാ എന്താണ് എക്സാം എന്ന് മനസ്സിലാക്കി. എന്താണ് എക്സാം, വാട്ട് ഈസ് ദ പർപ്പസ് അല്ലെ വാട്ട് ഈസ് എക്സാം നമ്മൾ മനസ്സിലാക്കേണ്ട സിലബസ് ആണ്. എല്ലാ എല്ലാ സബ്ജക്റ്റും സിലബസ് ഉണ്ടാവും, എല്ലാ എക്സാമിനും ഒരു സിലബസ് ഉണ്ടാവും. സയൻസ് എക്സാമിന് ഒരു സിലബസ് ഉണ്ട്. സിലബസ് മനസ്സിലാക്കുക എന്നുള്ളതാണ് വളരെ ഇമ്പോർട്ടന്റ് ആയ കാര്യം. ഇപ്പൊ ഞാനൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഞാൻ ഫസ്റ്റ് ചെയ്ത കാര്യം എന്ന് പറയുന്നത് ഫസ്റ്റ് സിലബസ് വായിച്ചു എന്നുള്ളതാണ്. സിലബസ് വായിച്ചു, എന്താണ് സിലബസിലുള്ളത്, സിലബസിലുള്ള കാര്യമാണ് നമ്മൾ ചോദിക്കാൻ. അതിനപ്പുറം ഒന്നും ചോദിക്കാൻ ചാൻസ് അതിനപ്പുറം ചോദിക്കാൻ ചാൻസ് കുറവാണ്. രണ്ടോ ക്വസ്റ്റ്യൻസ് ചോദിച്ചാലായി, ബട്ട് സ്റ്റിൽ ചോദിക്കാൻ ചാൻസ് വളരെ കുറവാണ്. സിലബസ് വായിക്കുക എന്നുള്ളതാണ് നമുക്ക് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആണ് സിലബസ് വായിക്കുക എന്ന് പറയുന്നത്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. എന്തൊക്കെയാണ് സിലബസിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്, അപ്പൊ സിലബസ് ഒക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യും കേട്ടോ. പിന്നെ എയിം ഫോർ JRF, നോട്ട് ജസ്റ്റ് ഫോർ നെറ്റ്. നമ്മൾ പറഞ്ഞു എന്താണ് JRF എന്നും ഐ മീൻ പറഞ്ഞു ക്വാളിഫിക്കേഷനെ കുറിച്ചൊക്കെ പറഞ്ഞു. അപ്പൊ നമ്മൾ ഈ ഒരു എക്സാമിന്റെ ഹയസ്റ്റ് ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ജൂനിയർ റിസർച്ച് ഫെലോഷിപ്പ് ആണ്, JRF. അപ്പൊ ആ ഒരു എയിമിൽ നമ്മൾ പഠിക്കുക എന്നുള്ളതാണ് എയിം ഫോർ JRF. അപ്പൊ ഏറ്റവും ടോപ്പിൽ എത്തുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. അങ്ങനെ ആയിരിക്കണം നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ JRF എയിം ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ അതിലൂടെ നമുക്ക് എന്താണ് ഫെലോഷിപ്പ്, ഒരു ഇമ്പോർട്ടന്റ് ആയ കാര്യം. 30 ലക്ഷം രൂപയുടെ ഫെലോഷിപ്പ് ഇൻക്ലൂഡിങ് HRA, ഇൻക്ലൂഡിങ് ഹൗസ് റെന്റ് അലവൻസ്. ഓക്കെ, അപ്പം സിറ്റീസിന്റെ ഇതിനനുസരിച്ച് നമ്മൾ താമസിക്കുന്നത് നമ്മള് പിന്നെ PhD ചെയ്യുന്ന സ്ഥലത്തിന്റെ ആ ഒരു ഇതനുസരിച്ച് നമുക്ക് HRA കിട്ടും. മെട്രോപോളിസ് ഐ മീൻ ഡൽഹി പോലുള്ള, ചെന്നൈ പോലുള്ള, മുംബൈ പോലുള്ള മെട്രോ സിറ്റീസിലാണെങ്കിൽ അത് ഹൈ ആയിരിക്കും. ഓക്കെ, നമ്മുടെ നാട്ടിലെവിടെയും ആണെങ്കിൽ കമ്പാരിറ്റീവ്ലി ലോ ആയിരിക്കും. പക്ഷെ നമുക്ക് എവിടെയാണോ കംഫോർട്ടബിൾ അവിടെ നമുക്ക് എന്താണ് റൂം, നമ്മുടെ കംഫോർട്ടബിൾ സ്പേസ് ഒക്കെ റെന്റിന് എടുത്തിട്ട് വിത്ത് HRA നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഓക്കെ, എവിടെയാണെങ്കിലും മെട്രോ സിറ്റീസിലാണെങ്കിൽ കുറച്ച് കൂടുതലായിരിക്കും, അല്ലാത്ത സ്ഥലങ്ങളിൽ കുറച്ച് കുറവായിരിക്കും. എനിവേ നമുക്ക് ആ ഒരു രീതി നമുക്കൊരു കംഫോർട്ടബിൾ ആയിട്ട് വിത്ത് ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി നമുക്ക് PhD ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് JRFന്റെ കാര്യം. നമ്മൾ JRFനെ എയിം ചെയ്യാം. ഓക്കെ, JRFനെ എയിം ചെയ്യാം. അപ്പം എയിം ചെയ്യുന്ന നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് കട്ട് ഓഫ് എന്ന് പറയുന്നത്. അപ്പം കട്ട് ഓഫ് വെച്ചിട്ടായിരിക്കണം നമ്മൾ ടാർഗറ്റ് വിടും. നമ്മൾ ഇപ്പൊ ഒരു എക്സാമാണ്, എക്സാമിന് കട്ട് ഓഫ് ഉണ്ടാവും. എത്ര മാർക്ക് കിട്ടിയാലാണ് നമുക്ക് ക്വാളിഫൈ ചെയ്യാൻ പറ്റുക എന്നുള്ള ഒരു സംഭവം ഉണ്ടാവും അല്ലെ. അപ്പൊ നമ്മൾ ഒരു ടാർഗറ്റ് വെക്കണം. ഞാനൊക്കെ പറയുന്ന സമയത്ത് ഞാനൊരു ടാർഗറ്റ് വെച്ചിരുന്നു. ആ ടാർഗറ്റിലേക്ക് എത്താനാണ് ഞാൻ ശ്രമിച്ചത്. അപ്പോൾ എല്ലാവരും ഒരു ടാർഗറ്റ് വെക്കണം എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ എങ്ങനെയാണ് ടാർഗറ്റ് വെക്കേണ്ടത്, ഏത് രീതിയിലാണ്?
അതിന് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യത്തെ കട്ട് ഓഫ് അനലൈസ് ചെയ്യണമെന്നുള്ളതാണ്. കഴിഞ്ഞ എക്സാമിലെ കട്ട് ഓഫ് അനലൈസ് ചെയ്യണം. കഴിഞ്ഞ 2-3 വർഷത്തെ കട്ട് ഓഫ് അനലൈസ് ചെയ്തിട്ടായിരിക്കും നമ്മളൊരു ടാർഗറ്റ് വെക്കേണ്ടത്. നമ്മൾ എത്ര മാർക്ക് സ്കോർ ചെയ്യണം, എത്ര മാർക്ക് സ്കോർ ചെയ്താലാണ് നമുക്ക് അതിലേക്ക് എത്താൻ പറ്റുക, നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്താൻ പറ്റുക എന്ന രീതിയിൽ. അപ്പം കഴിഞ്ഞ എക്സാം, അതായത് ജാനുവരി നടന്ന എക്സാമിന്റെ കട്ട് ഓഫ് നമുക്ക് നോക്കാം. പൊളിറ്റിക്കൽ സയൻസ് ജനറൽ കാറ്റഗറി 234 JRFന്റെ കട്ട് ഓഫ്, 210 നെറ്റിന്റെ കട്ട് ഓഫ്. OBC ആണെങ്കിൽ 226 JRFന്റെ കട്ട് ഓഫ്, നെറ്റിന്റെ 196. EWS 226, 196 നെറ്റ്. അപ്പൊ ഈ രീതിയിലാണ് കട്ട് ഓഫ് വരുന്നത്. അപ്പൊ നമ്മൾ കട്ട് ഓഫ് അനലൈസ് ചെയ്തിട്ടുണ്ട് ലാസ്റ്റ് നടന്ന എക്സാമിൽ, അല്ലെങ്കിൽ ലാസ്റ്റ് ലാസ്റ്റ് 2 or 3 എക്സാമിന്റെ കട്ട് ഓഫ് അനലൈസ് ചെയ്തിട്ട് വേണം നമ്മൾ ടാർഗറ്റ് വെക്കാൻ. അപ്പം ഇനി വരുന്ന ഈ ജൂണിലേക്ക് നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ ജനറൽ കാറ്റഗറിയിൽ പ്രിപ്പയർ ചെയ്യുന്ന ഒരു സ്റ്റുഡന്റ് ആണെങ്കിൽ അദ്ദേഹത്തിന്റെ കട്ട് ഓഫ് എത്രയായിരിക്കണം, ടാർഗറ്റ് എത്രയായിരിക്കണം? 240 ആയിരിക്കും. ഒരു കഴിഞ്ഞ പ്രാവശ്യത്തെക്കാട്ടി ഒരു 6-8 മാർക്ക് കൂടുതൽ കട്ട് ഓഫ് ടാർഗറ്റ് വേണം. അതായത് 234 ഇപ്രാവശ്യത്തെ കട്ട് ഓഫ് എങ്കിൽ അടുത്ത പ്രാവശ്യം നമ്മുടെ ടാർഗറ്റ് എന്ന് പറയുന്നത്, അടുത്ത എക്സാമിൽ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നവരുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് ഫ്രം ജനറൽ കാറ്റഗറി 240 അല്ലെങ്കിൽ 242. OBC കാറ്റഗറി ആണ് 230, 232. EWS ആണ് 230, 232. SC/ST ആണെങ്കിൽ 210, 220, 222. അപ്പൊ ആ രീതിയിലായിരിക്കണം കട്ട് ഓഫ് വരേണ്ടത്. ഓക്കെ, സോറി, നമ്മുടെ ടാർഗറ്റ് വരേണ്ടത്. ആ ടാർഗറ്റിലേക്ക് എങ്ങനെ എത്താം എന്നായിരിക്കണം നമ്മുടെ പരിശ്രമം ഫുള്ളും ഈ ഒരു പ്രിപ്പറേഷൻ ജേണിയിൽ. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ കട്ട് ഓഫിനെ കുറിച്ച് ജസ്റ്റ് ഒന്ന് പറയാൻ പറഞ്ഞത്. കഴിഞ്ഞ എക്സാമിന്റെ കട്ട് ഓഫ് എത്രയായിരുന്നു എന്നുള്ളത് ജസ്റ്റ് ഒന്ന് പറഞ്ഞത്. യെസ്, അപ്പൊ ആ രീതിയിലായിരിക്കണം നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടത്. ആ രീതിയിലായിരിക്കും നമ്മൾ പ്രിപ്പയർ ചെയ്യുക. അപ്പൊ ഒരു കട്ട് ഓഫ്, നമ്മളൊരു ടാർഗറ്റ് മുന്നോട്ട് വയ്ക്കുക എന്നുള്ളതാണ്. ആ ടാർഗറ്റിലേക്ക് എങ്ങനെ എത്താം എന്നായിരിക്കണം നമ്മുടെ ശ്രമം ഫുള്ളും. അപ്പൊ നമ്മൾ കഴിഞ്ഞ എക്സാമിന്റെ കട്ട് ഓഫ് എത്രയാണ് എന്ന് അനലൈസ് ചെയ്തുകൊണ്ട് ഒരു 6-8 മാർക്ക് കൂടുതൽ നമ്മൾ ടാർഗറ്റ് വെക്കുക. ആ ടാർഗറ്റിലേക്ക് എങ്ങനെ എത്തണം എന്നുള്ളതായിരിക്കണം നമ്മുടെ ശ്രമം ഫുള്ളും. അപ്പൊ അടുത്താണ് ബാലൻസ്ഡ് അപ്രോച്ച്. അപ്പം നമുക്ക് പേപ്പർ 1 ഉണ്ട്, പേപ്പർ 2 ഉണ്ട്. ഓക്കെ, എല്ലാ എക്സാമിനും എന്താണ് പേപ്പർ 1 ഉണ്ടാവും, പേപ്പർ 2 ഉണ്ട്. അത് പേപ്പർ 1 എന്ന് പറയുന്നത് ജനറൽ പേപ്പറാണ്, എല്ലാവർക്കും ഉള്ള പേപ്പറാണ്. ഒരു സിലബസ് സെയിം ആണ്. പേപ്പർ 2 വരുമ്പോൾ സബ്ജക്ട് പേപ്പറാണ്, ഇതിൽ ഡിഫറൻസ് ഉണ്ടാവും. അപ്പൊ പേപ്പർ 1 ഇമ്പോർട്ടന്റ് ആണ്, പേപ്പർ 2 ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ പേപ്പർ 2 മാത്രം പഠിച്ച് ക്വാളിഫൈ ചെയ്യാം എന്നുള്ളത് എന്താണ്, അത് ചിലപ്പം വർക്ക് ആവില്ല. ദാറ്റ് വോണ്ട് വർക്ക്. അല്ലെങ്കിൽ അത് നമുക്ക് ചിലപ്പോൾ അതിലും എന്താ പറയാ, നമുക്ക് ഉദ്ദേശിച്ച മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. പേപ്പർ 2 മാത്രം ഡിപ്പെൻഡ് ചെയ്താൽ, മാത്രം ഫോക്കസ് ചെയ്താൽ. മറിച്ച് നമ്മൾ പേപ്പർ 1 ഇമ്പോർട്ടൻസ് കൊടുക്കും. പേപ്പർ 1 ഇമ്പോർട്ടൻസ് കൊടുക്കും. ഇപ്പൊ രണ്ടും ഒരുമിച്ച് കൊണ്ടുപോകാൻ എല്ലാവരും ശ്രമിക്കണം. എന്നുള്ളതാണ്. ഒന്നിനെ അവോയ്ഡ് ചെയ്തുകൊണ്ട് ഒരിക്കലും നമുക്ക് ചിലപ്പോൾ ആ ഒരു രീതിയിലേക്ക് നമുക്ക് എത്താൻ സാധിച്ചെന്ന് വരില്ല. അപ്പൊ രണ്ടിനും ഇമ്പോർട്ടൻസ് കൊടുക്കണം, രണ്ടിനും ഒരു ബാലൻസ്ഡ് ഇമ്പോർട്ടൻസ് കൊടുക്കണം. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. പേപ്പർ 1 ഒരിക്കലും മറക്കാൻ പാടില്ല. അതോടൊപ്പം തന്നെ പേപ്പർ 1 മാത്രം പഠിച്ചുകൊണ്ട് ക്രാക്ക് ചെയ്യാം എന്നുള്ളൊരു അതും പാടില്ല. പേപ്പർ 2 മാത്രം പഠിച്ചുകൊണ്ട് ക്രാക്ക് ചെയ്യാം എന്നുള്ളൊരു ആ ഒരു അപ്രോച്ചും പാടില്ല. ഓക്കെ, യെസ്. പിന്നെ വളരെ പ്രധാനപ്പെട്ട കാര്യം, കഴിഞ്ഞ എക്സാം നമ്മൾ അനലൈസ് ചെയ്ത് നോക്കുമ്പോൾ, അല്ലെങ്കിൽ കഴിഞ്ഞതിന്റെ ജൂണിന് മുന്നേ നടന്ന എക്സാംസ് നമ്മൾ അനലൈസ് ചെയ്ത് നോക്കുമ്പോൾ ഇത്രയും കട്ട് ഓഫ്, ഹൈ കട്ട് ഓഫ് ആണ് ഇപ്രാവശ്യം വന്നിരിക്കുന്നത്. 240, 230 എന്നൊക്കെ പറയുന്ന ഹൈ കട്ട് ഓഫ് ആണ്, വലിയൊരു കട്ട് ഓഫ് ആണ്. അപ്പൊ എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ, കഴിഞ്ഞ എക്സാം സെപ്റ്റംബർ എക്സാം തൊട്ട് മൂന്നാമതൊരു ക്വാളിഫിക്കേഷൻ വന്നു അല്ലെ, അതായത് PhD എന്ന് പറയുന്ന ഒരു ക്വാളിഫിക്കേഷൻ വന്നു. അപ്പോൾ ക്വാളിഫിക്കേഷൻ വന്നപ്പോൾ ആ ഒരു ക്വാളിഫിക്കേഷനെ കോംപ്രമൈസ് ചെയ്യാൻ വേണ്ടി നെറ്റ് ഇൻടേക്കും JRF ഇൻടേക്കും കുറച്ചു എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ആൾക്കാർ കുറഞ്ഞപ്പോൾ എന്താണ്, കട്ട് ഓഫ് കൂടി. സംഭവം കിട്ടുന്ന ആൾക്കാരുടെ എണ്ണം കുറഞ്ഞപ്പോൾ കട്ട് ഓഫ് കൂടി. അതാണ് ഇവിടെ സംഭവിച്ചത്. ആ രീതിയിൽ തന്നെ നമ്മൾ ഇതിനെ കാണുക, ആ ഒരു റിയാലിറ്റി മനസ്സിലാക്കുക, ഹൈ കട്ട് ഓഫ് ആണ് എന്ന റിയാലിറ്റി മനസ്സിലാക്കി നമ്മൾ പ്രിപ്പയർ ചെയ്യാന്നുള്ളതാണ്. പിന്നെ കൺസിസ്റ്റൻസി വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഏതൊരു മേഖലയിലും നമുക്ക് പിന്നെ ഗ്രോത്ത് വേണം, അല്ലെങ്കിൽ സക്സസ് വേണമെങ്കിൽ നമ്മൾ കൺസിസ്റ്റന്റ് ആയിരിക്കണം അല്ലെ. നമ്മൾ കൺസിസ്റ്റന്റ് ആയിട്ട് ആ ഒരു എഫേർട്ട് ഇടണം എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കൺസിസ്റ്റൻസി ഈസ് ദ കീ, അല്ല, കൺസിസ്റ്റൻസി ഈസ് വെരി ഇമ്പോർട്ടന്റ്. ഈ ഒരു എക്സാമിന് നമ്മൾ കൺസിസ്റ്റന്റ് ആയിട്ട് എഫേർട്ട് ഇടണം. അപ്പം നമ്മളെ കയ്യിൽ 100 ദിവസം ഉണ്ടെങ്കിൽ 100 ദിവസവും പഠിക്കണമെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. മറിച്ച്
100 ദിവസത്തിൽ 95 അല്ലെങ്കിൽ ഒരു 94 ദിവസം നമ്മൾ എന്താണ് എഫേർട്ട് ഇടണം. ഓക്കെ, വി ഹാവ് ടു പുട്ട് ദാറ്റ് എഫേർട്ട് ടുവേർഡ്സ് അവർ ഗോൾ. അപ്പൊ അതാണ് കൺസിസ്റ്റൻസിയുടെ ഇമ്പോർട്ടൻസ്. ഒരു കാര്യം നമ്മൾ ഒരേ രീതി നമ്മൾ എന്താണ് ഒരു ദിവസം ഒരു കാര്യത്തിന് വേണ്ടി ഒരു സംഭവത്തിന് വേണ്ടി നമ്മൾ നിരന്തരമായിട്ട് പ്രയത്നിക്കുന്നു, അതിന് ഒരു റിസൾട്ട് ഉണ്ടാവും, അതിനൊരു എന്താണ് ഇറ്റ് വിൽ ലീഡ് ടു സക്സസ്, ഇറ്റ് വിൽ അൾട്ടിമേറ്റ്ലി ലീഡ് ടു സക്സസ് എന്നുള്ളതാണ്. ഓക്കെ, അല്ലെങ്കിൽ പോസിറ്റീവ് റിസൾട്ട് എന്നുള്ളതാണ്. അപ്പൊ കൺസിസ്റ്റന്റ് ആയിട്ടിരിക്കുക, എന്നും നമ്മൾ എന്താണ് പഠിക്കാം. 100 ദിവസം ഉണ്ടെങ്കിൽ 94 ദിവസമെങ്കിലും നമ്മൾ ഫോക്കസ്ഡ് ആയിട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് ഇരിക്കുക എന്നുള്ളതാണ്. സിലബസ് പ്ലസ് PYQs മാപ്പ് ടു സക്സസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. PYQs സിലബസിനെ കുറിച്ച് ഞാൻ പറഞ്ഞു. ഇനി അടുത്ത ഇമ്പോർട്ടന്റ് ആയ കാര്യമാണ് PYQs എന്ന് പറയുന്നത്. സിലബസിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തൊക്കെയാണ് പഠിക്കേണ്ടത് എന്നുള്ളതാണ്. അപ്പൊ സിലബസിൽ എന്തൊക്കെയാണ് പഠിക്കേണ്ടത് എന്നുള്ളതാണ് നമ്മൾ അതിലുള്ളത്. ഓക്കെ, PYQs നോക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുക എങ്ങനെയാണ് പഠിക്കേണ്ടത്, ഏത് രീതിയിലാണ് പഠിക്കേണ്ടത്, എങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് ചോദിക്കുന്നത്, ആ രീതിയിൽ പഠിച്ചാൽ മാത്രമേ എന്താണ് നമുക്ക് നമുക്ക് ക്വസ്റ്റ്യൻസിനെ നമുക്ക് പിന്നെ ഡീൽ ചെയ്യാൻ പറ്റുള്ളൂ, ടാക്കിൾ ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെ? ചുമ്മാ നമ്മൾ ഒരു കാര്യം പഠിച്ചു പോയിട്ട് കാര്യമില്ല. എങ്ങനെയാണ് പഠിക്കേണ്ടത്, ഏത് രീതിയിൽ പഠിച്ചാലാണ് നമുക്ക് ക്വസ്റ്റ്യൻസ് ക്രാക്ക് ചെയ്യാൻ പറ്റുക, എക്സാം ഹാളിൽ ക്വസ്റ്റ്യൻസ് ക്രാക്ക് ചെയ്യാൻ പറ്റുക എന്നുള്ള രീതിയിൽ. അപ്പം സിലബസ് വായിച്ചാൽ മാത്രം പോരാ, മറിച്ച് നമ്മൾ PYQs നോക്കണം, സീരിയസ് ആയിട്ട് തന്നെ നോക്കണം. അപ്പം ഫോർ എക്സാമ്പിൾ PYQs നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ക്രോണോളജിക്കൽ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ചോദിക്കുന്നു. ഓതേഴ്സ്, ഇവന്റ്സ്, ഇമ്പോർട്ടന്റ് ഇവന്റ്സ്, ഒരുപാട് കാര്യങ്ങൾ ക്രോണോളജിക്കൽ ആയിട്ട് റിലേറ്റഡ് കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ 2 എക്സാം. അപ്പൊ ഇതെങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക? PYQs നോക്കുമ്പോഴാണ് ഇത് മനസ്സിലാക്കാൻ സാധിക്കും. ക്രോണോളജിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ടോ, അത് നമ്മൾ എന്തായാലും അത് പഠിക്കണം, അതായത് നമ്മൾ ഫോക്കസ് ചെയ്യണം, അതിൽ ഇമ്പോർട്ടൻസ് കൊടുക്കണം. ഓക്കെ, അപ്പം ആ രീതിയിൽ നമ്മൾ പ്രിപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളതാണ്. ആ രീതിയിൽ നമ്മൾ പ്രിപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോകണം. അപ്പൊ നമ്മൾ പിന്നെ PYQs നോക്കിയാലാണ് ഏത് രീതിയിലാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്, എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത് എന്നൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും. അതായത് നമ്മളിപ്പോ ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഞാനൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഞാൻ ഒരുപാട് PYQs റെഫർ ചെയ്തിരുന്നു. അപ്പൊ PYQs റെഫർ ചെയ്തപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഓതേഴ്സ്, തിങ്കേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, ബുക്സ്, തിങ്കേഴ്സിന്റെ ബുക്സ്, അംബേദ്കർ, ഗാന്ധി, കാൾ മാക്സ്, ഹെഗൽസ്, അപ്പൊ ഇവരുടെ പുസ്തകങ്ങളൊക്കെ എന്താണ് ക്രോണോളജിക്കൽ ഓർഡറിൽ ചോദിക്കുന്നുണ്ട് എന്നുള്ളതാണ്. കഴിഞ്ഞൊരു കുറച്ച് PYQs നമ്മൾ ഞാൻ റെഫർ ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യമാണ്. ഞാൻ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഞാൻ എന്താണ് ചെയ്യാൻ ശ്രമിച്ചത്, ഓരോ തിങ്കേഴ്സിനെയും നമ്മൾ പഠിക്കുമ്പോൾ അവരുടെ പുസ്തകങ്ങൾ ക്രോണോളജിക്കൽ ഓർഡർ തന്നെ പഠിച്ചു പോകാന്നുള്ളതാണ്. അല്ലാതെ ചുമ്മാ അവിടുന്ന് ഇവിടുന്ന് പഠിച്ചിട്ട് കാര്യമില്ല, ക്രോണോളജിക്കൽ ഓർഡറിൽ ആ ഡേറ്റ് വെച്ച് തന്നെ പഠിക്കും. അപ്പൊ അതെനിക്ക് മനസ്സിലായത് എങ്ങനെയാണ് PYQs നോക്കിയപ്പോഴാണ്. അപ്പം എങ്ങനെയാണ് ഗാന്ധിയുടെ പുസ്തകങ്ങൾ പഠിക്കേണ്ടത്, അല്ലെ എങ്ങനെയാണ് അംബേദ്കറിന്റെ പുസ്തകങ്ങൾ പഠിക്കേണ്ടത്, അപ്പം അതെനിക്ക് മനസ്സിലാക്കി തന്നത് PYQs റെഫർ ചെയ്തപ്പോഴാണ്. അപ്പൊ എല്ലാവരും PYQs റെഫർ ചെയ്യാം, വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. സിലബസ് മാത്രം റെഫർ ചെയ്താൽ പോരാ, സിലബസും PYQs ഒരുമിച്ച് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുമ്പോഴാണ് അതൊരു സക്സസിലേക്ക് പോകുന്നത്, അല്ലെങ്കിൽ അതൊരു എഫക്റ്റീവ് ആകുന്നത് എന്നുള്ളതാണ്. ഓക്കെ, നമ്മൾ PYQs റെഫർ ചെയ്തിട്ടില്ലെങ്കിൽ, PYQs നമ്മൾ വർക്ക് ചെയ്യാൻ, PYQs നമ്മൾ പ്രാക്ടീസ് ചെയ്തിട്ടില്ലെങ്കിൽ ദാറ്റ്സ് എ മിസ്റ്റേക്ക്, ദാറ്റ്സ് എ വെരി വെരി ഇമ്പോർട്ടൻറ്റ് സിവിയർ മിസ്റ്റേക്ക്, വളരെ സീരിയസ് ആയിട്ടുള്ള മിസ്റ്റേക്ക് ആണ്. അപ്പൊ ആ ഒരു മിസ്റ്റേക്ക് ആരും എത്താതിരിക്കുക, എത്രത്തോളം PYQs ചെയ്യാൻ പറ്റുമോ, എത്രത്തോളം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാം. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. പ്രാക്ടീസ് ചെയ്താൽ മാത്രം പോരാ, ഇത് നമുക്ക് പോസിറ്റീവ് റിസൾട്ട്സ് കിട്ടുന്നുണ്ട് എന്നും കൂടെ എൻഷുർ ചെയ്യാം. എസ്പെഷ്യലി വെൻ കമ്മിങ് ടു റിവിഷൻ ഒക്കെ വരുമ്പോൾ എന്താണ്, നമ്മൾ ഓരോ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ PYQs ചെയ്യുമ്പോൾ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ മുന്നോട്ട് വെച്ച ഒരു ടാർഗറ്റ് ഉണ്ട്, ആ ടാർഗറ്റിലേക്ക് ഒരു PYQ പ്രാക്ടീസ് ചെയ്യുമ്പോൾ എത്താൻ സാധിക്കുന്നുണ്ടോ നമ്മൾ പിന്നെ ഫ്രീക്വന്റ് ആയിട്ട് എൻഷുർ ചെയ്യണം. ഓക്കെ, അതും വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ എക്സാം പാറ്റേണിനെ കുറിച്ച് പറയുമ്പോൾ, ഇപ്പം ജാനുവരി എക്സാം അല്ലെങ്കിൽ ജാനുവരി എക്സാമിൽ ഒരു വലിയൊരു മാറ്റം സംഭവിച്ചു എന്നുള്ള, എക്സാമിന് വലിയ മാറ്റം സംഭവിച്ചു. അപ്പം പിന്നെ സെപ്റ്റംബർ എക്സാമിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ജാനുവരി എക്സാമിൽ വലിയ മാറ്റമൊന്നും വന്നില്ല. അപ്പൊ സെപ്റ്റംബർ എക്സാമിൽ വന്ന മാറ്റങ്ങൾ എന്താണ്, അസേർഷൻ റീസൺ ക്വസ്റ്റ്യൻസ് ഇല്ലാതായി എന്നുള്ളതാണ്. ഓക്കെ, അസേർഷൻ റീസൺ ക്വസ്റ്റ്യൻസ് കഴിഞ്ഞ 2 എക്സാമിന് ചോദിച്ചിട്ടില്ല. അടുത്ത എക്സാമിന് ചോദിക്കാതിരിക്കാം, പക്ഷെ ആസ് ഓഫ് നൗ അസേർഷൻ റീസൺ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടില്ല. പിന്നെ മോർ ക്രോണോളജിക്കൽ ക്വസ്റ്റ്യൻസ് ആണ്, ഒരുപാട് ക്രോണോളജിക്കൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, പ്രസിഡന്റ്, പ്രൈം മിനിസ്റ്റർ, IR റിലേറ്റഡ് ആയിട്ടുള്ള ഇമ്പോർട്ടന്റ് ഇവന്റ്സ്, കോൾഡ് വാർ റിലേറ്റഡ് ആയിട്ടുള്ള ഇവന്റ്സ്, US പ്രസിഡന്റ്, UN സെക്രട്ടറി ജനറൽസ്. അപ്പൊ ഇതൊക്കെ എന്താണ് ലോജിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് എന്താണ് കഴിഞ്ഞ 2 എക്സാംസ്
അനലൈസ് ചെയ്ത് നോക്കുമ്പോൾ ക്രോണോളജിക്കൽ ആയുള്ള കാര്യങ്ങൾക്ക് ഇമ്പോർട്ടൻസ് വന്നു എന്നുള്ളതാണ്. ഓക്കെ, പിന്നെ സ്റ്റേറ്റ്മെന്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു, മാത്സ് ഫോളോയിങ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു, ഒരുപാട് റിപ്പീറ്റ്ലി ആസ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. എന്താ ആവർത്തിച്ച് ചോദിക്കുന്ന ടോപ്പിക്സ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഡയറക്ട് ക്വസ്റ്റ്യൻസ് ഒരുപാട് ഉണ്ടായിരുന്നു. ഈ രീതിയിലാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. ഈ രീതിയിലാണ് എക്സാമിന് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. നോളജ് മാനേജ്മെന്റ് പ്ലാൻ ആണ്. അതായത് നമുക്ക് കുറെ കാര്യങ്ങൾ അറിയാം, ചില കാര്യങ്ങൾ അറിയാതിരിക്കും. അപ്പൊ നമ്മൾ എന്താണ് അത് മാനേജ് ചെയ്യാന്നുള്ളത്. നമുക്ക് അറിയുന്ന കാര്യങ്ങൾ പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യുക. നമുക്ക് അറിയാത്ത കുറച്ച് കാര്യങ്ങളുണ്ടെങ്കിൽ എന്താണ് അത് എങ്ങനെ പഠിക്കാം എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അതിൽ വീക്ക് ഏരിയ, സ്ട്രോങ് ഏരിയ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരും. ഓക്കെ, ഞാൻ പേഴ്സണലി ഫോളോ ചെയ്ത കാര്യമാണ്, ഞാൻ എന്റെ സ്റ്റുഡൻസിനോട് ഫോളോ ചെയ്യാൻ പറയുന്ന കാര്യമാണ്. വീക്ക് ഏരിയ, സ്ട്രോങ് ഏരിയ നമ്മൾ സ്ട്രോങ് ആക്കിക്കൊണ്ടേ ഇരിക്കുക, വീക്ക് ഏരിയ നമ്മൾ ഇംപ്രൂവ് ചെയ്യാം. അതായത് എക്സാം വരുമ്പോൾ അല്ല, എക്സാം അറ്റൻഡ് ചെയ്യുമ്പോൾ നമ്മൾ സ്ട്രോങ് ഏരിയ ഉണ്ടാവും. കുറച്ച് കാര്യങ്ങൾ എന്താ നമുക്ക് കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഈസി ആയിട്ട് പഠിക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ നമുക്ക് ഇൻട്രസ്റ്റ് ഉള്ള കുറച്ച് ഏരിയാസ് ഉണ്ട്. അതാണ് സ്ട്രോങ് ഏരിയാസ്. അപ്പൊ ആ ഏരിയാസ് വരുമ്പോൾ എന്താണ്, ആ ഏരിയാസിന് ക്വസ്റ്റ്യൻസ് ചോദിച്ചാൽ ഒരു മാർക്ക് പോലും അവിടെ മിസ്സാകാൻ പാടില്ല. ആ ഏരിയാസിന് ക്വസ്റ്റ്യൻസ് വന്നാൽ ഒരു മാർക്ക് പോലും നമ്മൾ അവിടുന്ന് മിസ്സാക്കാൻ പാടില്ല. ഓക്കെ, അതാണ് ഫസ്റ്റ്. പിന്നെ വീക്ക് ഏരിയ വരുമ്പോൾ എന്താണ്, വീക്ക് ഏരിയ എന്ന് പറഞ്ഞാൽ നമുക്ക് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള, നമുക്ക് പഠിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള ഏരിയാസ് അല്ലേ. ഓക്കെ, അല്ലെങ്കിൽ താല്പര്യമില്ലാത്ത ഏരിയാസ്. ആ ഒരു ഏരിയാസ് നമ്മൾ ഇംപ്രൂവ് ചെയ്യാണ് വേണ്ടത്. അപ്പൊ എത്രത്തോളം നമുക്ക് ആ ഏരിയാസിന് ഇംപ്രൂവ് ചെയ്യാൻ പറ്റും അത്രത്തോളം നമ്മൾ ഇംപ്രൂവ് ചെയ്യാം. അവിടെ വരുമ്പോൾ എന്താണ്, അവിടെ വരുമ്പോൾ എത്ര മാർക്ക്, ഒരു മാർക്ക് എങ്ങനെ എക്സ്ട്രാ കിട്ടാം എന്നായിരിക്കണം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. സ്ട്രോങ് ഏരിയ വരുമ്പോൾ ഒരു മാർക്ക് പോലും നമ്മളവിടെ പാഴാക്കാൻ പാടില്ല. വീക്ക് ഏരിയ വരുമ്പോൾ ഒരു മാർക്ക് എങ്ങനെ എക്സ്ട്രാ സ്കോർ ചെയ്യാം എന്നായിരിക്കണം നമ്മുടെ ശ്രമഫുൾ. അപ്പൊ നമ്മളെ പിന്നെ എന്താ പറയാ, നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ എങ്ങനെ ആയിട്ട് മാനേജ് ചെയ്യുന്നു, എക്സാം വരുമ്പോൾ നമ്മൾ എങ്ങനെ മാനേജ് ചെയ്യുന്നു എന്നുള്ളതാണ് ഇമ്പോർട്ടന്റ് ആയുള്ള കാര്യം. വാട്ട് ഗെറ്റ് മെഷർഡ് ക്യാൻ മാനേജ്, വാട്ട് ഗെറ്റ്സ് മാനേജ് ക്യാൻ ബി ഇംപ്രൂവ്ഡ്. അപ്പം ഈ മാനേജ്മെന്റ് എന്ന് പറയുന്നത്, നോളജ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയുള്ള കാര്യമാണ്. അപ്പൊ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ കയ്യിലുള്ള സംഭവം എങ്ങനെയാണ് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക, എക്സാം വരും അപ്ലൈ ചെയ്യാൻ പറ്റുക, അല്ലെങ്കിൽ പഠിക്കേണ്ട കാര്യങ്ങൾ എങ്ങനെയാണ് നമുക്ക് ഇംപ്രൂവ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. പിന്നെ ടൈം ടേബിൾ റിയലിസ്റ്റിക് ആയിരിക്കണം. നമുക്ക് എല്ലാവർക്കും പലരും പല സാഹചര്യത്തിലൂടെ കടന്നു പോകുന്നവർ, ഐ മീൻ പല സാഹചര്യത്തിൽ ഉള്ളവരായിരിക്കും. ചിലർ വർക്ക് ചെയ്യുന്നവരായിരിക്കും, ചിലർ എന്താ പറയാ എന്താ PG ചെയ്യുന്നവരായിരിക്കാം, വർക്ക് ഐ മീൻ ഹോം മേക്കേഴ്സ് ഉണ്ടാവും. അതായത് കുട്ടികളുള്ള ആൾക്കാർ, സ്റ്റുഡൻസ് ഉണ്ടാവാം. പല രീതിയിൽ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരുണ്ടാവും അല്ലെ, പല അവസ്ഥയിൽ അല്ലെ, പല സാഹചര്യത്തിൽ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നവരുണ്ടാവും. അപ്പൊ നമ്മുടെ സാഹചര്യത്തിന് നമ്മളൊരു റിയലിസ്റ്റിക് ആയിട്ട് ടൈം ടേബിൾ ചെയ്യാന്നുള്ളതാണ്. ഓക്കെ, അതില് ഒരു ദിവസം 3 മണിക്കൂറാണെങ്കിൽ 3 മണിക്കൂർ, ഒരു ദിവസം 4 മണിക്കൂറാണ് 4 മണിക്കൂർ, ഒരു ദിവസം 5 മണിക്കൂറാണ് 5 മണിക്കൂർ, പക്ഷെ കൺസിസ്റ്റന്റ് ആയിട്ട് ഇരിക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ 7-8 മണിക്കൂറൊന്നും ഇരിക്കണമെന്ന് ഒരിക്കലും പറയുന്നില്ല. പക്ഷെ നമ്മൾ എത്ര ടൈം നമുക്ക് ഇതിനു വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ സ്പെൻഡ് ചെയ്യാൻ പറ്റും, അത് നമ്മൾ കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യാന്നുള്ളതാണ്. റിയലിസ്റ്റിക് ആയിട്ടുള്ള ടൈം ടേബിൾ നമ്മൾ ചെയ്യണം. അതില് റിയലിസ്റ്റിക് ആയിട്ട് നമ്മുടെ സാഹചര്യത്തിനനുസരിച്ച് എത്രത്തോളം നമുക്ക് എഫേർട്ട് ഇടാൻ പറ്റും, എത്ര ടൈം നമുക്ക് ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും, സ്പെൻഡ് ചെയ്യാൻ പറ്റും എന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കാം. അതിനനുസരിച്ച് എന്താണ് നമ്മൾ റിയലിസ്റ്റിക് ആയിട്ടുള്ള അത് അത് പ്രാക്ടിക്കൽ ലെവലിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ടൈം ടേബിൾ ചെയ്യാന്നുള്ളതാണ്. റീസൺസ് ഫോർ ഫെയിലിയർ ആണ്, കുറച്ച് റീസൺസ് ആണ് സ്ട്രെസ് ആൻഡ് ആൻസൈറ്റി. ഇപ്പൊ നമുക്ക് ഭയങ്കര സ്ട്രെസ് ആയിരിക്കും, സ്ട്രെസ് ഉണ്ടാവും, ആൻസൈറ്റി ഉണ്ടാവും. അപ്പൊ അതൊന്നും നമ്മൾ എന്താണ്, അത് വരും, ഇറ്റ്സ് ക്വൈറ്റ് നോർമൽ. ബട്ട് ഇഫ് ഇറ്റ് ഈസ് ഗോയിങ് ഔട്ട് ഓഫ് കൺട്രോൾ വി ഹാവ് ടു സീക്ക് ഹെൽപ്പ് എന്നുള്ള, ഒരിക്കലും നമ്മളത് പ്രിപ്പറേഷൻ അല്ലെങ്കിൽ നമ്മുടെ ഒരു മൊത്തത്തിലുള്ള ഒരു എന്താ പറയാ ഹെൽത്തിനെ അത് ബാധിക്കാൻ പാടില്ല. അത് നമ്മുടെ പ്രിപ്പറേഷൻ അഫക്ട് ചെയ്യും. ഇഫ് ഇറ്റ് ഈസ് ഗോയിങ് ഔട്ട് ഓഫ് കൺട്രോൾ, പിന്നെ അത് നമ്മള് എന്താ പറയാ സീക്ക് ഹെൽപ്പ്, വി ഹാവ് ടു സീക്ക് ഹെൽപ്പ്. അപ്പം ഐഫറിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ഫെസിലിറ്റീസ് ഇവിടെ ഉണ്ട്. സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള സിറ്റുവേഷൻ, ആൻഷ്യസ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് ഒക്കെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി നമുക്ക് പ്രത്യേക സെക്ഷൻസ് ഉണ്ടാവും, ഹാപ്പിനെസ് ഓഫീസേഴ്സ് ഉണ്ടാവും, നിങ്ങളോട് ഫ്രീക്വന്റ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് സംസാരിക്കാനും കാര്യങ്ങളൊക്കെ അന്വേഷിക്കാനും. പിന്നെ മെന്റേഴ്സ് ഉണ്ടാവും, അക്കാഡമിക് സപ്പോർട്ട് മാത്രമല്ല, ഐ മീൻ എല്ലാ രീതിയിലും സപ്പോർട്ട് ചെയ്യാൻ മെന്റേഴ്സ് ഉണ്ടാവും. അപ്പോൾ പല ഫെസിലിറ്റീസും ഐഫർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, എസ്പെഷ്യലി ടു ഡീൽ വിത്ത് സ്ട്രെസ് ആൻഡ് ആൻസൈറ്റി. ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ഒരുപാട് ഇമോഷണൽ കാര്യങ്ങളിലൂടെ കടന്നു പോകും. അതൊക്കെ നമ്മൾ എന്താണ്
ഒരിക്കലും നമ്മളത് തളർത്താൻ പാടില്ല എന്നുള്ളതാണ്. നമ്മളതിന് ഒരിക്കലും നമ്മളതില് പിന്നെ എന്താ പറയാ വീക്കൻ ആവരുത്, തളർന്നു പോകരുത്. മറിച്ച് വി ഹാവ് ടു ബി വെരി സ്ട്രോങ്, വി ഹാവ് ടു കം ഔട്ട് ഓഫ് ഇറ്റ്, അല്ലെങ്കിൽ വി ഹാവ് ടു ഫൈറ്റ് ബാക്ക്. അപ്പം ആ രീതിയിലുള്ള പ്രശ്നങ്ങളൊക്കെ ഫേസ് ചെയ്യുന്ന ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ലൈഫർ പല രീതിയിലുള്ള സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പൊ അത് എല്ലാവരും ശ്രദ്ധിക്കുക. പിന്നെ ടൈം മാനേജ്മെന്റ് ആണ്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പം പ്രിപ്പറേഷനിൽ വരുന്ന ടൈം മാനേജ്മെന്റ് ഇഷ്യൂസ് മാത്രമല്ല, എക്സാം ഹാൾ ടൈം മാനേജ്മെന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. എക്സാം ഹാൾ മാനേജ്മെന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, 3 മണിക്കൂറാണ് നമുക്കുള്ളത്, 150 ക്വസ്റ്റ്യൻസും ഉണ്ട്. അപ്പൊ ഈ 150 ക്വസ്റ്റ്യൻസ് 3 മണിക്കൂറിൽ എങ്ങനെ എഫക്റ്റീവ് ആയിട്ട് നമുക്ക് ആൻസർ ചെയ്യാം എന്നുള്ളതാണ് നമ്മുടെ ദാറ്റ്സ് വാട്ട് മാറ്റേഴ്സ് എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ടൈം മാനേജ്മെന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ആ ടൈം മാനേജ്മെന്റ് ഇഷ്യൂ അല്ലെങ്കിൽ അങ്ങനെ ഒരു സംഭവം പ്രശ്നം ഇല്ലാതാക്കാൻ അല്ലെങ്കിൽ ഒഴിവാക്കാൻ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ പ്രാക്ടീസ് ചെയ്യുന്നതാണ്. PYQs പ്രാക്ടീസ് ചെയ്യാം. അപ്പൊ അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് PYQസിന്റെ ഇമ്പോർട്ടൻസ് പല രീതിയിലാണ്. PYQs പ്രാക്ടീസ് ചെയ്യുക എന്ന് പറയുന്നത് അതിന്റെ ഒരു എന്താ പറയാ അഡ്വാൻറ്റേജ് അല്ലെങ്കിൽ ബെനിഫിറ്റ്സ് എന്ന് പറയാൻ പല രീതിയിലാണ്. ഒന്ന് പറയുന്നത് അത് ഇറ്റ്സ് എ ടൂൾ ഫോർ റിവിഷൻ. PYQs ആർ എൻ ഇമ്പോർട്ടന്റ് ടൂൾ ഫോർ റിവിഷൻ. പഠിച്ച കാര്യങ്ങളിൽ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ, നമ്മൾ പഠിച്ച കാര്യങ്ങൾ നമുക്ക് നമ്മുടെ മനസ്സിൽ നിൽക്കുന്നുണ്ടോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും PYQs പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ. പിന്നെ വരുന്നതാണ് ഒരു PYQs നമ്മൾ കറക്റ്റ് ആയിട്ട് ഫോക്കസ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മൾ അവിടെ ടൈം മാനേജ്മെന്റ് എങ്ങനെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. 100 ക്വസ്റ്റ്യൻ ഉള്ള ഒരു PYQ നമ്മൾ പ്രാക്ടീസ് ചെയ്യാണ്. അപ്പൊ ആ 100 ക്വസ്റ്റ്യൻസ് എത്ര സമയത്തിനുള്ളിൽ നമുക്ക് കംപ്ലീറ്റ് ആക്കാൻ പറ്റുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ PYQs പ്രാക്ടീസ് ചെയ്യാന്ന് പറയുന്നത് അഡ്വാൻറ്റേജസ് ആർ മൾട്ടിപ്പിൾ, ഇറ്റ് ഹാവ് മൾട്ടിപ്പിൾ അഡ്വാൻറ്റേജസ്. ഓക്കെ, അപ്പം എല്ലാവരും മാക്സിമം PYQs പ്രാക്ടീസ് ചെയ്യണം. അതായത് നമുക്ക് ടൈം മാനേജ്മെന്റ് എങ്ങനെയാണ് ടൈം മാനേജ്മെന്റ് വരുന്നത് എന്ന് നമ്മൾ ശ്രദ്ധിക്കണം, നോക്കണം. ഇൻ കേസ് ഇഫ് യു ആർ ഫേസിങ് എനി കൈൻഡ് ഓഫ് ഡിഫിക്കൽറ്റി, അതിനനുസരിച്ചുള്ള ഫീഡ്ബാക്ക് എങ്ങനെ നമുക്ക് എന്താ പറയാ ടൈം മാനേജ്മെന്റ് പ്രോപ്പർ ആയിട്ട് ഹാൻഡിൽ ചെയ്യാം നമ്മൾ വി ഹാവ് ടു ചെക്ക് ഫോർ വേസ് എന്നുള്ളതാണ്, ലുക്ക് ഫോർ വേസ് എന്നുള്ളതാണ്. എങ്ങനെ നമുക്ക് ടൈം മാനേജ്മെന്റ് ഇഷ്യൂ മാനേജ് ചെയ്യാം. ഇനാഡിക്വേറ്റ് റിസോഴ്സ് യൂട്ടിലൈസേഷൻ, റിസോഴ്സ് ഇനാഡിക്വേറ്റ് അല്ലെങ്കിൽ പ്രോപ്പർ ആയിട്ട് യൂട്ടിലൈസ് ചെയ്യാത്തൊരു സാഹചര്യം. നമ്മുടെ കയ്യിൽ ഒരു റിസോഴ്സ് ഉണ്ട്, സ്റ്റഡി മാറ്ററോ നമ്മുടെ കയ്യിൽ ഒരു സംഭവം ഉണ്ട്, മെറ്റീരിയൽ ഉണ്ട്, ക്വാളിറ്റി മെറ്റീരിയൽ ഉണ്ട്. അപ്പൊ ആ ഒരു മെറ്റീരിയൽ നമുക്ക് പ്രോപ്പർ ആയിട്ട് യൂസ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ അത് വായിക്കുന്നില്ല. അപ്പൊ അവിടുന്ന് ഇവിടുന്ന് വായിക്കുന്നു, പ്രോപ്പർ ആയിട്ട് അല്ലെങ്കിൽ എഫക്റ്റീവ് ആയിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് വായിക്കുന്നില്ല. ആ രീതി അതും നമ്മുടെ ഫെയിലിയറിലേക്ക് ചിലപ്പോൾ ലീഡ് ചെയ്യാം. സിലബസ് ഫോക്കസ് ചെയ്യാത്ത സാഹചര്യം, ഇൻകൺസിസ്റ്റൻസി. ഈ പറഞ്ഞു കൺസിസ്റ്റൻസി ഈസ് ദ കീ. കൺസിസ്റ്റൻസി ഈസ് ദ കീ എന്ന് പറയുമ്പോൾ എന്താണ്, അതിന്റെ ഓപ്പോസിറ്റ് ഇൻകൺസിസ്റ്റൻസി ആണ്. ഇൻകൺസിസ്റ്റന്റ് ആണെങ്കിൽ there's a chance of failure. അതിലേക്ക് എത്താൻ ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. യെസ്, അപ്പൊ ഇതൊക്കെയാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. നമ്മൾ ഒരു എക്സാം പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത്, നമ്മളൊരു കോമ്പറ്റീറ്റീവ് എക്സാം പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. നമ്മൾ സിലബസ് ഒന്ന് ജസ്റ്റ് ഒന്ന് അനലൈസ് ചെയ്യാണ്. പൊളിറ്റിക്കൽ സയൻസ് യൂണിറ്റ് 1 യൂണിറ്റ്സ് ഇൻ പൊളിറ്റിക്കൽ സയൻസ് എന്നുള്ളതാണ്. യൂണിറ്റ് ഇൻ പൊളിറ്റിക്കൽ സയൻസ്. ഇപ്പം യൂണിറ്റ് 1 പൊളിറ്റിക്കൽ തിയറി, യൂണിറ്റ് 2 പൊളിറ്റിക്കൽ തോട്ട്, യൂണിറ്റ് 2 പൊളിറ്റിക്കൽ തോട്ട്, യൂണിറ്റ് 3 Indian political thought, comparative political analysis, international relations, India's foreign policy, political institutions in India, political process in India, public administration, governance and public policy in India. ഈ യൂണിറ്റ്സ് ഒക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ജസ്റ്റ് നോക്കാം. യെസ്, അപ്പൊ യൂണിറ്റ് 1 എന്ന് പറയുന്നത് പൊളിറ്റിക്കൽ തിയറിയാണ്. രണ്ട് കാര്യങ്ങളാണ് ഇതിൽ മെയിൻ ആയിട്ട് നമ്മൾ പഠിക്കേണ്ടത്, കോൺസെപ്റ്റ്സ് ആൻഡ് ട്രഡീഷൻസ് ആണ്. കോൺസെപ്റ്റ്സ് എന്ന് പറയുമ്പോൾ ലിബർട്ടി, ഇക്വാലിറ്റി, ജസ്റ്റിസ്, റൈറ്റ്സ്, ഡെമോക്രസി, ഈ കാര്യങ്ങളൊക്കെയാണ് പഠിക്കേണ്ടത്. ട്രഡീഷൻസ് എന്ന് പറയുമ്പോൾ ലിബറലിസം, കൺസർവേറ്റീവ്, സോഷ്യലിസം, മാർക്സിസം, ഫെമിനിസം, എക്കോളിസം, പോസ്റ്റ് മോഡേണിസം, അപ്പൊ അങ്ങനത്തെ കാര്യങ്ങൾ, മൾട്ടികൾച്ചറലിസം, അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളാണ് പഠിക്കുന്നത്. ഇവിടെ നമ്മൾ മെയിൻ ആയിട്ട് നോക്കേണ്ടത് ഇമ്പോർട്ടന്റ് തിങ് ടു നോട്ട് ഇൻ കോൺസെപ്റ്റ്, ഡെഫിനിഷൻ, ടൈപ്സ്, ഡെഫിനിഷൻ ഓഫ് ലിബർട്ടി, ഡെഫിനിഷൻസ് ഓഫ് ഇക്വാലിറ്റി, ഇതൊക്കെയാണ് നമ്മൾ അറിഞ്ഞിരിക്കുന്നത്. പിന്നെ ടൈപ്സ് ആണ്, ടൈപ്സ് ഓഫ് ലിബർട്ടി, ടൈപ്സ് ഓഫ് ഇക്വാലിറ്റി, ടൈപ്സ് ഓഫ് ജസ്റ്റിസ്, തിയറിറ്റിക്കൽ പെർസ്പെക്ടീവ്സ്, ഇമ്പോർട്ടന്റ് തിയറീസ് റിലേറ്റഡ് ടു ലിബർട്ടി, ഇമ്പോർട്ടന്റ് തിയറീസ് റിലേറ്റഡ് ടു ഇക്വാലിറ്റി, ഇമ്പോർട്ടന്റ് തിയറീസ് റിലേറ്റഡ് ടു ജസ്റ്റിസ്. പിന്നെ ട്രഡീഷൻസ് വരുമ്പോൾ ഒറിജിൻ ആൻഡ് ഡെവലപ്മെന്റ്, ഒരു ട്രഡീഷൻ എങ്ങനെയാണ്, എവല്യൂഷൻ ഓഫ് എ ട്രഡീഷൻ, ഫോർ എക്സാമ്പിൾ എവല്യൂഷൻ ഓഫ് ലിബറലിസം എന്ന് പറയുന്ന ട്രഡീഷൻ എങ്ങനെയാണ് ഇവോൾവ് ചെയ്തു വന്നത്, ഇനീഷ്യൽ ഫേസ് എന്താണ്, സെക്കൻഡ് ഫേസ് എന്താണ്, പിന്നെ മുന്നോട്ട് പോകുമ്പോൾ ലിബറലിസത്തിന് വന്ന മാറ്റങ്ങൾ എന്താണ്. അപ്പം ഒരു തിയറിയുടെ അല്ലെങ്കിൽ ഒരു ട്രഡീഷന്റെ എവല്യൂഷൻ നമ്മൾ നിർബന്ധമായിട്ട് അറിയിക്കണം. എങ്ങനെയാണ് ഒരു തിയറി ഒറിജിനേറ്റ് ചെയ്ത് വന്നത്, എന്താണ് മുന്നോട്ട് പോകുമ്പോൾ ആ തിയറിക്ക് സംഭവിച്ച കാര്യങ്ങൾ എന്താണ്, തിയറി അല്ലെങ്കിൽ ട്രഡീഷൻ കോൺസെപ്റ്റ്
ലെറ്റ് എഡീഷൻ ഇത് സംഭവിച്ചത് എന്തൊക്കെയാണ്, എന്തൊക്കെ മാറ്റങ്ങളാണ് സംഭവിച്ചത്, ഇതൊക്കെ നമ്മൾ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കണം. പിന്നെ ബുക്സ്, കോഴ്സ്, ഓതേഴ്സ്, അപ്പൊ ഇതെല്ലാം വളരെ ബുക്സ് എല്ലാ യൂണിറ്റ് പഠിക്കുമ്പോഴും റിലേറ്റഡ് ആയുള്ള എല്ലാ ടോപ്പിക്കും പഠിക്കുമ്പോൾ, എല്ലാ യൂണിറ്റ് അല്ല എല്ലാ ടോപ്പിക്ക് പഠിക്കുമ്പോഴും റിലേറ്റഡ് ആയുള്ള തിങ്കർ ആൻഡ് ബുക്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ്, നോട്ട് ചെയ്യണം. ഓക്കെ, എല്ലാവരും ഇത് ചെയ്യണം. പൊളിറ്റിക്കൽ തോട്ടാണ്. ഇവിടെ 16 തിങ്കേഴ്സ് ഉണ്ട്. ഇവിടെ നമ്മൾ എന്താണ് തിങ്കേഴ്സിനെ പഠിക്കുക എന്നുള്ളതാണ്. 16 തിങ്കേഴ്സിനെ പഠിക്കുക. അതൊരു ബയോഗ്രഫി പോലെ പഠിക്കുക. ഐ മീൻ ജസ്റ്റ് ഒരു ബ്രീഫ് ആയിട്ട് പഠിക്കും. ബയോഗ്രഫി പോലെ ബ്രീഫ് ആയിട്ട് അറിഞ്ഞിരിക്കുക. ഫോർ എക്സാമ്പിൾ കാൾമാക്സ് ആണ്. കാൾമാക്സ് എപ്പോഴാണ് ജനിച്ചത്, എവിടെയാണ് ജനിച്ചത്, കാൾമാക്സ് ജീവിച്ചിരുന്ന കാലഘട്ടത്തിന്റെ പ്രത്യേകത എന്താണ്, അപ്പൊ ആ രീതിയിലാണ് എന്ത് നമ്മൾ പഠിക്കണം. അതോടൊപ്പം തന്നെ ബുക്സ് ക്രോണോളജിക്കൽ ഓർഡറിൽ വളരെ ഇമ്പോർട്ടന്റ്. എല്ലാ തിങ്കേഴ്സിനെ കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ ബുക്സ് ക്രോണോളജിക്കൽ ഓർഡറിൽ പഠിക്കണം. അത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ബുക്സ് ക്രോണോളജിക്കൽ ഓർഡറിൽ പഠിക്കുക എന്ന് പറയുന്നത് ഇറ്റ്സ് കീ. ഐ മീൻ ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടന്റ്, വെരി വെരി ഇമ്പോർട്ടന്റ്. അപ്പം അതോടൊപ്പം തന്നെ തിങ്കേഴ്സ് റിലേറ്റഡ് ആയുള്ള കോൺസെപ്റ്റ്സ്, തിയറീസ്, ഫോർ എക്സാമ്പിൾ തിയറി ഓഫ് ജസ്റ്റിസ് ബൈ അരിസ്റ്റോട്ടിൽ, തിയറി ഓഫ് ജസ്റ്റിസ് ബൈ ജോൺ ബ്രൗസ്, തിയറി ഓഫ് അലിഗറി ഓഫ് കേവ്സ് ബൈ പ്ലാറ്റോ, തിയറി ഓഫ് ഹെജിമണി ബൈ ഗ്രാംസ്കി, തിയറി ഓഫ് റെവല്യൂഷൻ കോൺട്രഡിക്ഷൻ ബൈ മാവോ. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ എന്താണ് നമ്മൾ പഠിക്കണം. അതോടൊപ്പം തന്നെ കോഡ്സ്, സ്റ്റേറ്റ്മെന്റ്സ്, ഇമ്പോർട്ടന്റ് കോഡ്സ് ആൻഡ് സ്റ്റേറ്റ്മെന്റ്സ് ബൈ തിങ്കേഴ്സ്. അപ്പം ഈ ഒരു യൂണിറ്റിൽ 16 തിങ്കേഴ്സ് ആണ് വരുന്നത്. അപ്പൊ 16 തിങ്കേഴ്സ് നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട്, ഐ മീൻ ഈ രീതി പഠിക്കുക. ഒരു ബയോഗ്രഫി പോലെ ഫസ്റ്റ് തിങ്കർ ജനിച്ചത് എപ്പോഴാണ്, ജീവിച്ചിരുന്ന കാലഘട്ടം എപ്പോഴാണ്, ആ ജീവിച്ചിരുന്ന കാലഘട്ടത്തിന് പ്രത്യേകത എന്താണ്, ബുക്സ് ക്രോണോളജിക്കൽ ഇമ്പോർട്ടന്റ് കോൺസെപ്റ്റ്സ്, കോഡ്സ്, സ്റ്റേറ്റ്മെന്റ്സ്, ക്രിറ്റിസിസം ആൻഡ് കമന്റ്സ് അബൌട്ട് തിങ്കേഴ്സ്. അപ്പൊ ഈ രീതിയിലാണ് എന്ത് നമ്മൾ പഠിക്കേണ്ടത്. പിന്നെ മൂന്നാമത്തെ യൂണിറ്റ് ഇന്ത്യൻ പൊളിറ്റിക്കൽ തോട്ടാണ്. ഇവിടെ 20 തിങ്കേഴ്സ് ആണുള്ളത്. ഇതും ഈ ഒരു യൂണിറ്റും സെക്കൻഡ് യൂണിറ്റും ഒരേ ഈ ഒരു യൂണിറ്റിനും സെക്കൻഡ് യൂണിറ്റിനും ഒരേ അപ്രോച്ച് ആണ് കൊടുക്കേണ്ടത് എന്നുള്ളതാണ്. ഓക്കെ, അതായത് ഇവിടെയും 20 തിങ്കേഴ്സ് ആണ്. 20 തിങ്കേഴ്സിനെ എങ്ങനെയാണ് പഠിക്കുക, ഐ മീൻ ആ രീതി പഠിക്കുക. ഗാന്ധി ആണെങ്കിൽ ഗാന്ധി ജനിച്ച വർഷം, ഗാന്ധി ജീവിച്ചിരുന്ന കാലഘട്ടത്തിന്റെ പ്രത്യേകത, ഗാന്ധിയുടെ എഡ്യൂക്കേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. എഡ്യൂക്കേഷൻ, എവിടെയാണ് എഡ്യൂക്കേഷൻ വരുന്നത്, പിന്നെ എന്താ പറയാ പ്രൊഫഷണൽ ലൈഫ് എങ്ങനെയാണ്. അപ്പൊ ഇതൊക്കെ എന്താണ് നമ്മൾ ആ ഒരു ഓർഡറിൽ പഠിച്ചു പോവാം. ജനനം, പിന്നെ ജനിച്ച എവിടെയാണ്, എഡ്യൂക്കേഷൻ എവിടെയാണ്, പ്രൊഫഷൻ എവിടെയാണ്, ആ ഒരു ഓർഡറിൽ പഠിച്ചു പോകുക. എല്ലാം ഓർഡറിൽ പഠിക്കുക എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ബുക്സ് ക്രോണോളജിക്കൽ ഓർഡറിൽ പഠിക്കുക എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ എന്താണ് ആ രീതിയിലാണ് ഐ മീൻ അപ്രോച്ച് ചെയ്യേണ്ടത്. ഈ ഒരു യൂണിറ്റ് നമ്മൾ ആ രീതിയിലാണ് അപ്രോച്ച് ചെയ്യേണ്ടത്. ഒരുപാട് ഐ മീൻ തിങ്കേഴ്സ് ഉണ്ടാവും. ആ രീതിയിൽ അവരെ ആ തിങ്കേഴ്സിനെ അപ്രോച്ച് ചെയ്യുക, ഐ മീൻ പിന്നെ പഠിക്കുക എന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ അംബേദ്കർ ആണ് ജനിച്ച എവിടെയാണ്, എഡ്യൂക്കേഷൻ എവിടെയാണ്, പ്രൊഫഷൻ എവിടെയായിരുന്നു, ആ ഒരു ഓർഡറിൽ നമ്മൾ പഠിച്ചു പോവുക. പിന്നെ ഇമ്പോർട്ടൻറ്റ് കോൺട്രിബ്യൂഷൻസ് അതെല്ലാം ആ ഒരു ഓർഡറിൽ പഠിച്ചു പോയാൽ നമുക്ക് വളരെ എളുപ്പമായിരിക്കും, കാര്യങ്ങളൊക്കെ വളരെ എളുപ്പമായിരിക്കും. പിന്നെ കോൺസെപ്റ്റ്സ് ആണ്. കോൺസെപ്റ്റ്സ്, തിയറീസ്, റീകൺസ്ട്രക്ഷൻ ഓഫ് ഇന്ത്യൻ പൊളിറ്റി, ടോട്ടൽ റെവല്യൂഷൻ, ഗ്രേഡ് ഇൻഇക്വാലിറ്റി, ന്യൂ ഹ്യൂമനിസം, സ്വരാജ്യ, നോൺ വയലൻസ്, സത്യാഗ്രഹ, ഹിന്ദുത്വ. അപ്പൊ ഇതെല്ലാം നമ്മൾ അറിഞ്ഞിരിക്കാം. കമ്പാരിറ്റീവ് പൊളിറ്റിക്കൽ അനാലിസിസ് ആണ്. ഇപ്പം കുറച്ച് വലിയ ടോപ്പിക്കാണ്, വലിയ യൂണിറ്റ് ആണ്. കമ്പാരിറ്റീവ്ലി കുറച്ച് വലിയ ടോപ്പിക്കാണ്. ഇതിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ ഫോക്കസ് ചെയ്യേണ്ട കാര്യങ്ങളാണ് അപ്രോച്ചസ്. ഇൻസ്റ്റിറ്റ്യൂഷൻ അപ്രോച്ച് ഉണ്ട്, പൊളിറ്റിക്കൽ കൾച്ചറൽ അപ്രോച്ച് ഉണ്ട്, പൊളിറ്റിക്കൽ എക്കണോമിക് അപ്രോച്ച് ഉണ്ട്, ന്യൂ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്, കമ്പാരിറ്റീവ് മെത്തേഡ്സ് ഉണ്ട്, സിസ്റ്റംസ് തിയറി, സിസ്റ്റം തിയറി, ആൾമോസ്റ്റ് സ്ട്രക്ചർ ഫങ്ഷണലിസം, ആൽമോണ്ട് വെബേഴ്സ് പൊളിറ്റിക്കൽ കൾച്ചർ അപ്രോച്ച്, അപ്രോച്ചസ്, തിങ്കേഴ്സ്, ദ ബുക്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. തിങ്കേഴ്സ് ആൻഡ് ദ ബുക്സ്. അപ്പൊ ഏത് ടോപ്പിക്ക് പഠിക്കുകയാണെങ്കിലും അത് റിലേറ്റഡ് ആയിട്ട് തിങ്കേഴ്സ് ഉണ്ടാവും, അവർ പുസ്തകങ്ങളും ഉണ്ടാവും. അത് നമ്മൾ നിർബന്ധമായിട്ട് അറിയും. പിന്നെ ഡെമോക്രൈസേഷൻ, സാമുവൽ ഹണ്ടിങ്ടൺസ് 3 waves of democratization. ഇതെല്ലാം നമ്മൾ നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കണം. പിന്നെ ഡെവലപ്മെന്റ് തിയറീസ് ആണ്. ഡിപെൻഡൻസ് തിയറി, വേൾഡ് സിസ്റ്റം തിയറി, മോഡേണൈസേഷൻ തിയറി, ഇതെല്ലാം നമ്മൾ നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കണം. പിന്നെ കോൺസെപ്റ്റ്സ് ആണ്, ഇമ്പോർട്ടന്റ് കോൺസെപ്റ്റ്സ്, പുസ്തകങ്ങൾ, തിങ്കേഴ്സ്, ലൈൻ തിയറി വളരെ ഇമ്പോർട്ടന്റ് ആണ്, റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നതാണ്. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ എന്താണ് നമ്മൾ നിർബന്ധമായിട്ടും, ഈ ടോപ്പിക്സ് ഒക്കെ നമ്മൾ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കണം. ഓക്കെ, യൂണിറ്റ് 4 നാഷണലൈസേഷൻസ് ആണ് യൂണിറ്റ് 5. ഇവിടുന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് കമ്പാരിറ്റീവ്ലി ഈ ഒരു ജാനുവരി എക്സാമിന് ഇന്റർനാഷണലൈസേഷൻ യൂണിറ്റ് 5 ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. എക്സ്പെഷ്യലി ക്രോണോളജിക്കൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു യൂണിറ്റിൽ ചോദിച്ചിട്ടുണ്ടായത്. അപ്പൊ ഇവിടെ നമ്മൾ മെയിൻ ആയിട്ട് ഈ അപ്രോച്ചസ് ആണ്. റിയലിസം, ന്യൂ റിയലിസം, ലിബറലിസം, മാർക്സിസം, കൺസ്ട്രക്റ്റിവിസം, തിങ്കേഴ്സ്, അസംപ്ഷൻ, കോൺസെപ്റ്റ്സ് റിലേറ്റഡ് ആയിട്ട് തിങ്കേഴ്സ്, കോൺസെപ്റ്റ്സ്, അസംപ്ഷൻസ്, ബുക്സ്, കോഡ്സ്, ഇതൊക്കെയാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. പിന്നെ ഇമ്പോർട്ടന്റ് ഇവന്റ്സ് ആണ്. വേൾഡ് വാർ ഇവന്റ്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ ട്രീറ്റീസ് എല്ലാം നമ്മൾ എന്താണ് ആ ഇയർ വെച്ച് തന്നെ പഠിക്കുക, ആ ഒരു ഓർഡറിൽ ഇയർ വെച്ച് തന്നെ പഠിക്കുക. ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് UN, IMF, വേൾഡ് ബാങ്ക്. അതിൽ തന്നെ എന്താണ് UN സെക്രട്ടറി ജനറൽസ്, IMF പ്രസിഡന്റ്സ്, വേൾഡ് ബാങ്ക് പ്രസിഡന്റ്സ്, ഇതെല്ലാം എന്താണ് നമ്മൾ
WTO ഡയറക്ടർ ജനറൽസ്. അപ്പൊ ഇതെല്ലാം നമ്മൾ ക്രോണോളജിക്കൽ ഓർഡറിൽ പഠിച്ചു പോവാം. റീജിയൻ ഓർഗനൈസേഷൻസ് ആണ് യൂറോപ്പ് യൂണിയൻ, ആസിയൻ, ബ്രിക്സ്, G7 എക്സെട്ര. ചലഞ്ചസ് ക്ലൈമറ്റ് ചേഞ്ച്, ടെററിസം, ഡെവലപ്മെന്റ് റിലേറ്റഡ് ചലഞ്ചസ്, ഇതൊക്കെ ചലഞ്ചസ് ഐ മീൻ ഇമ്പോർട്ടന്റ് ചലഞ്ചസ് ആണ്. ക്ലൈമറ്റ് ചേഞ്ച് റിലേറ്റഡ് ചലഞ്ചസ്, ഇത് റിലേറ്റഡ് ആയിട്ട് ട്രീറ്റീസ് ഏതൊക്കെയാണ്, എൻവറോൺമെന്റൽ ചലഞ്ചസ്, എൻവറോൺമെന്റൽ ഇഷ്യൂസ്, അപ്പൊ അത് റിലേറ്റഡ് ആയിട്ട് ട്രീറ്റീസ്, പ്രോട്ടോകോൾസ്, പിന്നെ കാര്യങ്ങളൊക്കെ, പിന്നെ ടെററിസം റിലേറ്റഡ് ആയിട്ടുള്ള കൺവെൻഷൻസ് കാര്യങ്ങളൊക്കെ. ഈ രീതിയിലാണ് എന്താ യൂണിറ്റ് 5 നമ്മൾ അപ്രോച്ച് ചെയ്യേണ്ടത്. ഇവിടെ നമ്മൾ എല്ലാ യൂണിറ്റ് പഠിക്കുമ്പോൾ ക്രോണോളജിക്കൽ ഓർഡർ പഠിക്കുക, എക്സ്പെഷ്യലി യൂണിറ്റ് 5. യൂണിറ്റ് 5 എന്നാണ് കഴിഞ്ഞ എക്സാമിന് ഒരുപാട് കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ടായത്. യെസ്. പിന്നെ യൂണിറ്റ് 6 ആണ് ഇന്ത്യ ഫോറിൻ പോളിസി. ഇന്ത്യ ഫോറിൻ പോളിസി എന്നും അത്യാവശ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു ക്വസ്റ്റ്യൻസ്. പിന്നെ ഹിസ്റ്ററിക്കൽ പെർസ്പെക്റ്റീവ്, അതായത് ഇവിടെ നമ്മൾ നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കേണ്ടത് നാം ആണ്. നാം വളരെ ഇമ്പോർട്ടന്റ് ആണ്, നോൺ അലൈൻമെന്റ് മൂവ്മെന്റ് റിലേറ്റഡ് ആയുള്ള കാര്യങ്ങൾ. പിന്നെ ഇന്ത്യസ് റിലേഷൻസ് വിത്ത് മേജർ പവേഴ്സ്, ഇന്ത്യ US റിലേഷൻസ്, ഇന്ത്യ ചൈന റിലേഷൻസ്, ഇന്ത്യ റഷ്യ റിലേഷൻസ്, ഇതെല്ലാം ക്രോണോളജിക്കൽ ഓർഡറിൽ പഠിക്കണം. US റിലേഷൻസ് പഠിക്കുവാണെങ്കിൽ 1950s എങ്ങനെയായിരുന്നു, 1950s ഇമ്പോർട്ടന്റ് ഇവന്റ്സ് എന്താണ്, ഇമ്പോർട്ടന്റ് കാര്യങ്ങൾ എന്തൊക്കെയാണ്, 1990s വരുമ്പോൾ കോൾഡ് വാറിന് ശേഷം, അതായത് പോസ്റ്റ് ഗ്ലോബലൈസേഷൻ എങ്ങനെയാണ് US ഇന്ത്യ റിലേഷൻസ്, അതും പറഞ്ഞ പോലെ ആ ഓർഡറിൽ പഠിക്കുക. ഇവന്റ്സ് എല്ലാം ഓർഡറിൽ പഠിക്കും. ഇമ്പോർട്ടന്റ് ഇവന്റ്സ് 1992 എന്ത് നടന്നു, 1995 എന്ത് നടന്നു, 1996 എന്ത് നടന്നു, അങ്ങനെ പഠിക്കണം. അല്ലാതെ 1996 നടന്ന കാര്യം പഠിച്ചിട്ട് 1992 പോകരുത്. അപ്പൊ ആ ഒരു ഓർഡറിൽ പഠിച്ചു പോവാം. ഇന്ത്യ റിലേഷൻസ് വിത്ത് റീജിയൻ ഗ്രൂപ്പിംഗ്സ്, ഇന്ത്യ EU റിലേഷൻസ്, ഇന്ത്യ ആസിയൻ റിലേഷൻസ്, ഇന്ത്യ ബ്രിക്സ് റിലേഷൻസ്, ഇന്ത്യ G20 റിലേഷൻസ്. അപ്പൊ ഇന്ത്യയിൽ നടന്ന സമ്മിറ്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇന്ത്യയിൽ ലേറ്റസ്റ്റ് ആയിട്ട് നടന്ന സമ്മിറ്റ് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഫോറിൻ പോളിസി ഡോക്ട്രിൻസ്, ഇന്ത്യ ഡോക്ട്രിൻ, ഗുജറാത്ത് ഡോക്ട്രിൻ, ആക്ടിസ് പോളിസി, ലുക്വസ് പോളിസി, ഇതെല്ലാം എന്താണ് നമ്മൾ നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കണം. പോളിസീസ് ആൻഡ് പ്രോഗ്രാംസ് ഇൻ മാരിടൈം ഡൊമൈൻ, മാരിടൈം സെക്യൂരിറ്റി ഡൊമൈനിൽ വരുന്ന പോളിസീസ് പ്രോഗ്രാംസ് ഒക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. എസ്പെഷ്യലി കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ആയിട്ടൊക്കെ വരുന്ന കാര്യമാണ്. പൊളിറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇന്ത്യ. അപ്പം യൂണിറ്റ് 7 ഇതിൽ മെയിൻ ആയിട്ട് കോൺസ്റ്റിറ്റ്യൂഷൻ റിലേറ്റഡ് കാര്യങ്ങളാണ്. ഫണ്ടമെന്റൽ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി, ഫണ്ടമെന്റൽ റൈറ്റ്സ്, ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്, പ്രൈം മിനിസ്റ്റർ, പ്രസിഡന്റ്, കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ്, ഇമ്പോർട്ടന്റ് ആർട്ടിക്കിൾസ്, പ്രൊവിഷൻ, സുപ്രീം കോർട്ട്, ഹൈക്കോർട്ട്, ബേസിക് സ്ട്രക്ചർ, ജുഡീഷ്യറി, ജുഡീഷ്യൽ ആക്ടിവിസം, ഇലക്ഷൻ കമ്മീഷൻസ്, കൺട്രോൾ ഓഡിറ്റ് ജനറൽ, UPSC, ഫിനാൻസ് കമ്മീഷൻ, പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, വെരി ഇമ്പോർട്ടന്റ് പ്രൊവിഷൻസ്. അപ്പൊ ഈ രീതിയിലാണ് ഈ ഒരു ടോപ്പിക്സ് ഒക്കെയാണ് ഇവിടുന്ന് മെയിൻ ആയിട്ട് ചോദിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ നിർബന്ധമായിട്ട് ഫോക്കസ് ചെയ്യേണ്ടത്. കോൺസ്റ്റിറ്റ്യൂഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഇമ്പോർട്ടന്റ് ടോപ്പിക്സ് ആണ്. കോൺസ്റ്റിറ്റ്യൂഷണൽ ആർട്ടിക്കിൾസ്, പ്രൊവിഷൻസ്, ബോഡീസ്, കാര്യങ്ങളൊക്കെയാണ് ഇവിടെ മെയിൻ ആയിട്ട് യൂണിറ്റ് 7 ശ്രദ്ധിക്കേണ്ടത്. പിന്നെ പൊളിറ്റിക്കൽ പ്രോസസ് ഇൻ ഇന്ത്യ, ഇവിടെ ഇന്ത്യൻ പൊളിറ്റിക്സ് റിലേറ്റഡ് ആയുള്ള കുറച്ച് കാര്യങ്ങൾ, ഇന്ത്യൻ പൊളിറ്റിക്സ് റിലേറ്റഡ് ആയുള്ള അതിൽ ഫസ്റ്റ് നമ്മൾ അറിഞ്ഞിരിക്കും ഇമ്പോർട്ടന്റ് കമന്റേറ്റേഴ്സ് ഓൺ ഇന്ത്യൻ പൊളിറ്റിക്സ് ആണ്. കുറച്ച് നമ്മൾ തിങ്കേഴ്സിനെ കുറിച്ച് പഠിക്കണം, അല്ലെങ്കിൽ കമന്റേറ്റേഴ്സിനെ കുറിച്ച് പഠിക്കണം. രജനി കൊത്താരി, മോറിസ് ജോൺസ്, അതിൽ കോഹ്ലി, റോൺ വെയ്നർ, റുഡോൾഫ് പുസ്തകങ്ങൾ, കോൺസെപ്റ്റ്സ് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്, റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നതാണ്. അപ്പൊ ഈ കമന്റേറ്റേഴ്സിനെ കുറിച്ച് നമ്മൾ നിർബന്ധമായിട്ട് അറിയാം. അല്ലെങ്കിൽ തിങ്കേഴ്സ് റിലേറ്റഡ് ടു ഇന്ത്യൻ പൊളിറ്റിക്സ്, ഇന്ത്യൻ പൊളിറ്റിക്സിനെ പഠിച്ചിട്ടുള്ള, അല്ലെങ്കിൽ ഇന്ത്യൻ പൊളിറ്റിക്സ് അനലൈസ് ചെയ്തുകൊണ്ട് പുസ്തകങ്ങൾ എഴുതിയിട്ടുള്ള, ആർട്ടിക്കിൾസ് എഴുതിയിട്ടുള്ള ആൾക്കാരാണ് ഇവര്. രജനി കൊത്താരി ആയിക്കോട്ടെ, മോറിസ് ജോൺസ് ആയിക്കോട്ടെ, റുഡോൾഫ് ആയിക്കോട്ടെ. അപ്പൊ ഇവരുടെ പുസ്തകങ്ങളും കോൺസെപ്റ്റ്സും കോൺട്രിബ്യൂഷൻസും കാര്യങ്ങളൊക്കെ എന്താണ് നമ്മൾ നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കുന്നത്. ഇത് കോൺടെസ്റ്റ് ഓഫ് ഇന്ത്യൻ പൊളിറ്റിക്സ്. ഇമ്പോർട്ടന്റ് പൊളിറ്റിക്കൽ പാർട്ടീസ് ഇൻ ഇന്ത്യ ആണ്. ഒരുപാട് പൊളിറ്റിക്കൽ പാർട്ടീസ് ഉണ്ട് അല്ലെ. അവർ ഏതൊക്കെയാണ് പൊളിറ്റിക്കൽ പാർട്ടീസിന്റെ ഫൗണ്ടിങ് ഇയർ, ഫൗണ്ടർ, സിമ്പിൾ, ഐഡിയോളജി റിലേറ്റഡ് ആയിട്ടുള്ള ഇമ്പോർട്ടന്റ് ഫാക്ട്സ് നമ്മൾ അറിഞ്ഞിരിക്കണം. BJP ആണ്, BJP എപ്പോഴാണ് ഫോം ചെയ്ത്, ആരാണ് ഫോം ചെയ്ത്, സിമ്പിൾ എന്താണ്, ഐഡിയോളജി എന്താണ്, ഇതൊക്കെ നമ്മൾ നിർബന്ധമായിട്ട് അറിയിക്കണം. പിന്നെ ലീഡേഴ്സ്, കറന്റ് ഇമ്പോർട്ടന്റ് ലീഡേഴ്സ്, എസ്പെഷ്യലി ദ കറന്റ് കോൺടെസ്റ്റ്, ആരൊക്കെയാണ് ഇമ്പോർട്ടന്റ് ലീഡേഴ്സ്. ഇത് ഇമ്പോർട്ടന്റ് എൻവറോൺമെന്റ് മൂവ്മെന്റ്സ് ആണ്. ചിപ്കോ മൂവ്മെന്റ്, നർമ്മദ ബച്ചാവോ ആന്തോളൻ, അപ്പൊ അങ്ങനത്തെ കുറെ, അപ്പിക്കോ മൂവ്മെന്റ്, അപ്പൊ അങ്ങനത്തെ കുറച്ച് ഇമ്പോർട്ടന്റ് ആയുള്ള എൻവറോൺമെന്റ് മൂവ്മെന്റ്സ് ഉണ്ട് ഇന്ത്യയിൽ നടക്കും. അപ്പൊ അതിന് ഇയർ, സ്റ്റേറ്റ് ലീഡേഴ്സ്, ഏത് സ്റ്റേറ്റിലാണ് നടന്നത്, ചിപ്കോ ഏത് സ്റ്റേറ്റിലാണ്, നർമ്മദ ബച്ചാവോ ആന്തോളൻ ഏത് സ്റ്റേറ്റിലാണ്, അപ്പിക്കോ മൂവ്മെന്റ് ഏത് സ്റ്റേറ്റിലാണ്, ഇയർ, സ്റ്റേറ്റ് ലീഡേഴ്സ്, ഇതൊക്കെ നമ്മൾ നിർബന്ധമായിട്ട് അറിയണം, ചോദിക്കുന്നതാണ്. പിന്നെ അത് ഇമ്പോർട്ടന്റ് സോഷ്യൽ മൂവ്മെന്റ്സ്, ഫാമേഴ്സ് മൂവ്മെന്റ്, ദളിത് മൂവ്മെന്റ്സ് എക്സെട്ര. വിമൻ റിസർവേഷൻ ബിൽ, ജെൻഡർ ഇൻ ഇന്ത്യൻ പൊളിറ്റിക്സ് വരുമ്പോൾ വിമൻ റിസർവേഷൻ ബില്ല് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആയിട്ട് കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ആയിട്ട് വരുന്നതാണ്. അപ്പം എന്താണ് വിമൻ റിസർവേഷൻ ബിൽ, എന്തൊക്കെയാണ് ഇമ്പോർട്ടന്റ് പ്രൊവിഷൻസ്, കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. ഇതാണ് യൂണിറ്റ് 8 വരുന്ന ഇമ്പോർട്ടന്റ് ടോപ്പിക്സ്. പിന്നെ യൂണിറ്റ് 9 വരുമ്പോൾ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ആണ്. കമ്പാരിറ്റീവ്ലി ചെറിയൊരു യൂണിറ്റ് ആണ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ. ക്വസ്റ്റ്യൻസ് പിന്നെ അത്യാവശ്യം ചോദിക്കുന്ന യൂണിറ്റും കൂടെയാണ്, പെട്ടെന്ന് പഠിച്ചു തീർക്കാൻ പറ്റുന്ന യൂണിറ്റും കൂടിയാണ്. അപ്പൊ ഇവിടെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ അറിഞ്ഞത് തിയറീസ് ആണ്. ഇമ്പോർട്ടന്റ് തിയറീസ് ആണ് ക്ലാസിക്കൽ തിയറി, സയന്റിഫിക് മാനേജ്മെന്റ് തിയറി, ഹ്യൂമൻ റിലേഷൻസ് തിയറി എക്സെട്ര. ഇതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. റിലേറ്റഡ് ആയുള്ള അഡ്വക്കേറ്റ്സ്, ക്ലാസിക്കൽ തിയറി ആരാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്, സയന്റിഫിക് മാനേജ്മെന്റ് തിയറി ആരാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്, ഹ്യൂമൻ റിലേഷൻസ് തിയറി ആരാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്,
പിന്നെ അവരുടെ കോൺസെപ്റ്റ്സ് പുസ്തകങ്ങളെല്ലാം അറിഞ്ഞിരിക്കണം. പിന്നെ ഇമ്പോർട്ടന്റ് കോൺസെപ്റ്റ്സ് ആണ് ന്യൂ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ, ന്യൂ പബ്ലിക് മാനേജ്മെന്റ്, മാനേജ്മെന്റ് ഒബ്ജക്റ്റീവ്സ്, ഡെവലപ്മെന്റ് അഡ്മിനിസ്ട്രേഷൻ. അപ്പോൾ കോൺസെപ്റ്റ്സ് നമ്മുടെ സിലബസിൽ വരുന്നതാണ്, ഇതൊക്കെ സിലബസിൽ വരുന്നതാണ് കേട്ടോ. അപ്പൊ അതൊക്കെ നമ്മൾ എന്താണ് നമ്മൾ നന്നായിട്ട് അറിഞ്ഞിരിക്കണം. തിയറീസ് ഓഫ് ലീഡർഷിപ്പ് ഉണ്ട്, കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, മോട്ടിവേഷൻ ഉണ്ട്. അതിൽ തന്നെ എന്താണ്, അതിൽ തന്നെ അബ്രഹാം മാസ്ലോസ് നീഡ് ഹൈറാർക്കി തിയറി അല്ലെങ്കിൽ അബ്രഹാം മാസ്ലോസ് മോട്ടിവേഷൻ തിയറി, തിയറി എക്സ് ആൻഡ് തിയറി വൈ, ഇതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ ടോപ്പിക്സ് ഒക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ ടോപ്പിക്സ് ഒക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. പിന്നെ ലാസ്റ്റ് യൂണിറ്റ് ആണ് ഗവർണൻസ് ആൻഡ് പബ്ലിക് പോളിസി ഇന്ത്യ എന്ന് പറയുന്നത്. ലാസ്റ്റ് യൂണിറ്റ് ആണ് ഗവർണൻസ് ആൻഡ് പബ്ലിക് പോളിസി ഇൻ ഇന്ത്യ എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ മെയിൻ ആയിട്ട് ഇമ്പോർട്ടൻറ്റ് സ്കീംസ്, പ്രോഗ്രാംസ് ഒക്കെയാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. ഓക്കെ, ഫസ്റ്റ് എന്ന് പറയുന്നത് എന്താണ് ഗവർണൻസ്, മീനിങ്, ഒറിജിൻ, ഫീച്ചേഴ്സ്, ഇമ്പോർട്ടന്റ് ആക്ട്സ് ഇൻ ഇന്ത്യ, റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട്, റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട്, നാഷണൽ ഫുഡ് സെക്യൂരിറ്റി ആക്ട്, ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആക്ട്സ് ആണ് അല്ലെങ്കിൽ ലോസ് ആണ്. ഇതൊക്കെ എന്താണ് നമ്മൾ നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കും. പിന്നെ ഇമ്പോർട്ടൻറ്റ് സ്കീംസ് ആൻഡ് പ്രോഗ്രാംസ് ആണ് മൻരേഗ, തൊഴിലുറപ്പ് പദ്ധതി, ആയുഷ്മാൻ ഭാരത്, ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് സ്കീമാണ് പ്രധാനമന്ത്രി ആവാസ് യോജന, നിതി ആയോഗ്, സ്ട്രക്ചർ ഒബ്ജക്റ്റീവ്സ് ഇൻഡെക്സസ്, ഇമ്പോർട്ടൻറ്റ് പോലീസ് ഇൻഫർമേഷൻ കമ്മീഷൻ, ലോക്യുക്ത, ഇതൊക്കെയാണ് നമ്മള് നന്നായിട്ട് അറിഞ്ഞിരിക്കേണ്ടത്. അപ്പം പിന്നെ ഇതിൽ നമ്മൾ ജസ്റ്റ് എല്ലാം ഒന്ന് അനലൈസ് ചെയ്ത് നോക്കുമ്പോൾ ഇമ്പോർട്ടന്റ് പോയിന്റ്സ് ടു നോട്ട്, പോയിന്റ് നോട്ട് എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് ബുക്സ് ആൻഡ് ഓതേഴ്സ് ഇൻ ക്രോണോളജിക്കൽ ഈസ് വെരി ഇമ്പോർട്ടന്റ്. അപ്പൊ എല്ലാ യൂണിറ്റ്സിലും വരുന്ന ഈ ബുക്സ് ആൻഡ് ഓതേഴ്സ് എന്ന് പറയുന്നത് എന്താണ്, ക്രോണോളജിക്കൽ ഓർഡറിൽ തന്നെ പഠിക്കാം. ഓക്കെ, ബുക്സ് പഠിക്കുമ്പോൾ നമ്മൾ ആ ഡേറ്റ് വെച്ച് തന്നെ പഠിക്കുക. എസ്പെഷ്യലി 1, 2, 3 2, 3 യൂണിറ്റ് പഠിക്കുമ്പോൾ നമ്മൾ ആ ഒരു പുസ്തകങ്ങൾ ക്രോണോളജിക്കൽ ഓർഡറിൽ തന്നെ പഠിക്കുക. ഏതും തിങ്കറിന്റെ പുസ്തകമാണോ പഠിക്കുന്നത് ആ ഒരു പുസ്തകം അത് ക്രോണോളജിക്കൽ ഓർഡർ ആ ഡേറ്റ് വെച്ച് തന്നെ പഠിക്കുക എന്നുള്ളതാണ്. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു സിലബസിൽ അടങ്ങിയിരിക്കുന്ന കാര്യങ്ങൾ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് അല്ലെങ്കിൽ കുറച്ച് ബ്രീഫ് കുറച്ച് അതിനെക്കുറിച്ച് നമ്മൾ പറഞ്ഞു യൂണിറ്റ് വൈസ്. അപ്പൊ ഈ ഒരു കാര്യങ്ങളിൽ നിന്നൊക്കെയാണ് ബേസിക്കലി മെയിൻ ആയിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. അപ്പൊ ഈ ഒരു സിലബസ് അനുസരിച്ചാണ് നമ്മുടെ മെറ്റീരിയൽസും ക്ലാസ്സസും കാര്യങ്ങളൊക്കെ വരുന്നത്. ഓക്കെ, ഈ ഒരു സിലബസ് അനുസരിച്ചാണ് സിലബസിൽ തന്നെ വെരി വെരി ഇമ്പോർട്ടന്റ് ആയുള്ള കാര്യങ്ങൾക്ക് എന്താണ് നമ്മൾ കുറച്ച് ഫോക്കസ് കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, നമ്മൾ ഫോക്കസ് കൊടുക്കുന്നുണ്ട്. അതിൽ തന്നെ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ചെയ്ത കാര്യമാണ്, നമ്മൾ എക്സാമിന് ഒരു മാസം മുന്നേ അല്ലെങ്കിൽ എക്സാമിന് തൊട്ട് മുന്നേ നമ്മൾ റിവിഷൻ നോട്ട് ആയിട്ട് ഒരു ഷോർട്ട് നോട്ട്സ് പ്രൊവൈഡ് ചെയ്തിരുന്നു എന്നുള്ളതാണ്. യൂണിറ്റ് വൈസ് ഒരു ഇത് കാണിച്ചു തരാം. ഒരു മോഡൽ കാണിച്ചു തരാം. യെസ്, അപ്പം യൂണിറ്റ് 9ന്റെ അതായത് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ യൂണിറ്റിന്റെ ഒരു ഷോർട്ട് നോട്ടാണ് കഴിഞ്ഞ പ്രാവശ്യം കൊടുത്തത്, നമ്മൾ പ്രൊവൈഡ് ചെയ്തത്. അതായത് എല്ലാ ടോപ്പിക്സും എല്ലാ ഇമ്പോർട്ടന്റ് ടോപ്പിക്സും നമ്മൾ ഷോർട്ട് ആയിട്ട് നമ്മൾ കുറച്ച് റിവൈസ് ചെയ്യാൻ എളുപ്പത്തിന് നമ്മൾ ഷോർട്ട് ആയിട്ട് പ്രൊവൈഡ് ചെയ്തു എന്നുള്ളതാണ്. ഓക്കെ, എല്ലാ യൂണിറ്റ്സിലും അങ്ങനെ ഉണ്ടാവും. ഈ മുന്നോട്ട് പോകുമ്പോഴും ഉണ്ടാവും, ഈ വരുന്ന ബാച്ചിനും ഉണ്ടാവും, എല്ലാവർക്കും ഉണ്ടാവും. അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കുറച്ചുകൂടെ എക്സ്പെഷ്യലി റിവിഷൻ കുറച്ചുകൂടെ ഈസി ആക്കാൻ വേണ്ടി എന്താണ് ഷോർട്ട് നോട്ട്സ് വൈസ് പ്രൊവൈഡ് ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ അതിൽ ഇമ്പോർട്ടന്റ് ആയ വെരി വെരി ഇമ്പോർട്ടന്റ് മാത്രമാണ് ഇതിൽ അടങ്ങിയിരിക്കുന്നത്. ഈ നോട്ട്സിൽ വെരി വെരി ഇമ്പോർട്ടന്റ് ആയ കാര്യങ്ങൾ മാത്രമാണ് ഷോർട്ട് ആയിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്തത് എന്നുള്ളതാണ്. അപ്പം സിലബസിലുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ സിലബസ് നമ്മൾ എന്തൊക്കെയാണ് ഫോക്കസ് ചെയ്യേണ്ടത്, ഏത് രീതിയിലാണ് ഫോക്കസ് ചെയ്യേണ്ടത്, ഏത് ടോപ്പിക്സ് ആണ് ഫോക്കസ് ചെയ്യേണ്ടത്, ഏത് ടോപ്പിക്സ് ഫോക്കസ് ചെയ്താലാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്, അല്ലെ നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുക എന്ന രീതിയിൽ എന്താണ് നമ്മൾ ഷോർട്ട് നോട്ട്സ് ആയിക്കോട്ടെ, ലൈവ് സെക്ഷൻസ് ആയിക്കോട്ടെ. ഞാൻ ഓൾറെഡി പറഞ്ഞു ക്രോണോളജിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഒരുപാട് ചോദിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. ഓക്കെ, ക്രോണോളജിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഒരുപാട് ചോദിച്ചിട്ടുണ്ടായെന്ന് പറഞ്ഞു. അപ്പൊ ആ ക്രോണോളജിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ ക്രോണോളജി മാത്രം ഡിസ്കസ് ചെയ്യുന്ന ക്രോണോളജി റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്ക് മാത്രം ഡിസ്കസ് ചെയ്യുന്ന ക്ലാസ്സസ് സെക്ഷൻസ് ഉണ്ടായിരുന്നു. ഓക്കെ, എക്സാമിന് മുമ്പേ പിന്നെ റിവിഷൻ ആയിട്ട് ക്രോണോളജിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം ഡിസ്കസ് ചെയ്യുന്ന ക്ലാസ്സസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ നമ്മൾ എങ്ങനെയാണ് എക്സാം ഓറിയന്റഡ് ആയിട്ട് നമ്മൾ പിന്നെ എക്സാം ഓറിയന്റഡ് ആയിട്ടാണ് നമ്മുടെ മെറ്റീരിയൽസ് ആയിക്കോട്ടെ, നമ്മുടെ ക്ലാസ്സസ് ആയിക്കോട്ടെ, നമ്മുടെ റിവിഷൻ മെറ്റീരിയൽസ് ആയിക്കോട്ടെ, എവറിത്തിങ് കംസ് ഓൺ ദി ബേസിസ് ഓഫ് എക്സാം. എക്സാം എങ്ങനെയാണ് ആ രീതിയിൽ തന്നെയാണ് നമ്മൾ മെറ്റീരിയൽസും വരുന്നത്. ആ രീതി എക്സാം എങ്ങനെ ക്രാക്ക് ചെയ്യാം ആ രീതിയിലാണ് നമ്മുടെ മെറ്റീരിയൽസും വരുന്നത് എന്നുള്ളത്. യെസ്, അപ്പോൾ ഹൗ ഡു ഐഫൈറ്റ്സ് ഓവർകം ചാലഞ്ചസ് ഓൾറെഡി ഞാൻ പറഞ്ഞു, ഞാൻ കാണിച്ചു തന്നു, ഷോർട്ട് നോട്ട്സ് കാണിച്ചു തന്നു, പിന്നെ ക്ലാസ്സസിനെ കുറിച്ച് പറഞ്ഞു. അപ്പൊ നമ്മൾ ഒരു യൂണിക് അപ്രോച്ച് ഉണ്ട്, ഐഫറിന്റെ യൂണിക് അപ്രോച്ച് ഉണ്ട് എന്നുള്ളതാണ്. ഓക്കെ, അപ്പം എന്തൊക്കെയാണ് ആ യൂണിക് അപ്രോച്ച് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഇമോട്ടക് ലേണിംഗ് സിസ്റ്റം, നമ്മുടെ ലേണിംഗ് സിസ്റ്റം ഞാൻ ആദ്യം പിന്നെ
ആദ്യം ഡിസ്കസ് ചെയ്ത പോലെ ആദ്യം ഇനീഷ്യൽ ഫേസിൽ പറഞ്ഞ കാര്യം നമ്മൾ എക്സാം പ്രിപ്പയർ ചെയ്യണം അല്ലെ. നമ്മളൊരു കോമ്പറ്റേറ്റീവ് എക്സാം പ്രിപ്പയർ ചെയ്യണം. അപ്പൊ നമുക്ക് മെന്റലി അല്ലെങ്കിൽ നമ്മൾ എന്താണ് ഇമോഷണലി നമ്മൾ പല ഇമോഷണൽ ഇതിലൂടെ ആയിരിക്കും കടന്നു പോകാം. അപ്പം സ്ട്രെസ് വരും, ആൻസൈറ്റി വരും, റിലേറ്റഡ് ആയുള്ള കോംപ്ലിക്കേഷൻസ് ഉണ്ടാവും. അപ്പൊ ആ രീതിയൊക്കെ അതൊക്കെ നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരും. കോമ്പറ്റേറ്റീവ് എക്സാം എന്ന രീതി നോർമലി ഞാൻ പേഴ്സണലി ഫേസ് ചെയ്തു. അപ്പം അതിനെയൊക്കെ പിന്നെ അഡ്രസ് ചെയ്തുകൊണ്ടാണ് നമ്മുടെ ഐഫറിന്റെ കോച്ചിങ് അല്ലെങ്കിൽ നമ്മൾ സ്റ്റുഡൻസിനെ നമ്മളെ കോച്ചിങ് ചെയ്യുന്നത്. ഓക്കെ, അതെല്ലാം അഡ്രസ് ചെയ്തുകൊണ്ട് നമ്മൾ അക്കാഡമിക്സ് മാത്രമല്ല ഫോക്കസ് ചെയ്യുന്നത്. അക്കാഡമിക്സ് മാത്രമല്ല ഇവിടെ ഫോക്കസ്, ഇനി അക്കാഡമിക്സ് എലമെന്റിന് മാത്രമല്ല ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, മറിച്ച് എന്താണ് സ്റ്റുഡൻസിന്റെ ഇമോഷണൽ സ്റ്റാറ്റസ് അല്ലെങ്കിൽ ഇമോഷണൽ കാര്യങ്ങൾക്കും എന്താണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. അവരെ ഇമോഷണലി സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അക്കാഡമിക് സപ്പോർട്ട് മാത്രമല്ല ഇവിടെ കൊടുക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ ഐഫർ പ്രൊവൈഡ് ചെയ്യുന്നത്, മറിച്ച് ഇമോഷണൽ സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. ഇമോടെക് എംബഡഡ് ലേണിംഗ് സിസ്റ്റം. ഓക്കെ, അവിടെ ഇമോഷൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇമോഷണൽ ഹെൽത്ത് വളരെ ഇമ്പോർട്ടൻ്റ്, മെന്റൽ ഹെൽത്ത് അല്ലെങ്കിൽ ഇമോഷണൽ ആയിട്ടുള്ള ആ ഒരു സ്റ്റെബിലിറ്റി പറയും, എസ്പെഷ്യലി വെൻ വി ആർ പ്രിപ്പയറിംഗ് എ കോമ്പറ്റേറ്റീവ് എക്സാം. ഐഫറിനെ സംബന്ധിച്ചിടത്തോളം ഐഫർ അക്കാഡമിക് സപ്പോർട്ട് മാത്രമല്ല കൊടുക്കുന്നത്, ഇമോഷണൽ സപ്പോർട്ടാണ്. ഇമോഷണൽ സപ്പോർട്ട് കൊടുക്കുന്നു അല്ലെങ്കിൽ പ്രൊവൈഡ് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പൊ അതിനുവേണ്ടി നമ്മുടെ ഹാപ്പിനെസ് ഓഫീസേഴ്സ് ഉണ്ട്, മെന്റേഴ്സ് ഉണ്ട്, പിന്നെ സ്ട്രെസ് ആൻഡ് ആൻസൈറ്റി സെക്ഷൻസ് ഉണ്ടാവും, സ്പെഷ്യൽ സെക്ഷൻസ് ഉണ്ടാവും, വീക്ക്ലി സെക്ഷൻസ് ഉണ്ടാവും, എസ്പെഷ്യലി എക്സാമിന് തൊട്ട് മുന്നേ. ഓക്കെ, എക്സാമിന് മുന്നേ ഒരു മാസം മുന്നേ. അപ്പൊ ആ രീതിയിലൊക്കെ എന്താണ് സ്റ്റുഡൻസിന് വേണ്ട ഇമോഷണൽ സപ്പോർട്ട് ഐഫർ പ്രൊവൈഡ് ചെയ്യുന്നു. ഓക്കെ, പിന്നെ നമ്മുടെ JRF മാസ്റ്റർ നിസാറാണ് എന്നുള്ളതാണ്. നിസാറാണ്, അതോടൊപ്പം ഫാക്കൽറ്റീസ്. നിസാറാണ് നമ്മുടെ ലീഡർ. അപ്പൊ നിസാറ് പിന്നെ പല വിഷയങ്ങളിൽ JRF നെറ്റ് ഹോൾഡ് ചെയ്യുന്ന ആളാണ്. ഓക്കെ, ക്വാളിഫൈ ചെയ്ത ആളാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ എക്സ്പീരിയൻസ് അല്ലെ അദ്ദേഹത്തിന്റെ ഇൻസൈറ്റ്സ് എല്ലാം എന്താണ് നമ്മുടെ സ്റ്റുഡൻസിനെ സഹായിക്കുന്നു എന്നുള്ളതാണ്. ഓക്കെ, ഹെൽപ്ഫുൾ ആവുന്നു എന്നുള്ളതാണ്. പിന്നെ മൾട്ടിപ്പിൾ സബ്ജക്ട്സിൽ നെറ്റ് ക്വാളിഫൈ ചെയ്യാം, JRF ക്വാളിഫൈ ചെയ്യാം. അതോടൊപ്പം തന്നെ വേറെയും പല എക്സാംസും അദ്ദേഹം ക്വാളിഫൈ ചെയ്യുന്നുണ്ട്. അപ്പൊ ആ ഇൻസൈറ്റ്സ്, അദ്ദേഹത്തിന്റെ എക്സ്പീരിയൻസ്, അദ്ദേഹത്തിന്റെ എക്സ്പെർട്ടൈസ്, ഇതൊക്കെ എന്താണ് നമ്മളെ ക്രാക്ക് ചെയ്യാൻ സഹായിക്കും. ഈ ഒരു എക്സാം സിമ്പിൾ ആയിട്ട് അല്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടില്ലാതെ ക്രാക്ക് ചെയ്യാൻ സഹായിക്കുന്നതാണ്. പിന്നെ മെന്റേഴ്സ് ഇഫക്റ്റ് ആണ്. അതോടൊപ്പം തന്നെ വെൽ ക്വാളിഫൈഡ് ആയിട്ടുള്ള ഫാക്കൽറ്റീസും ഉണ്ട്. നിസാർ ലീഡ് ചെയ്യുന്ന ഈ ടീമിൽ വെൽ ക്വാളിഫൈഡ് ആയിട്ടുള്ള ഫാക്കൽറ്റീസും ഉണ്ട് എന്നുള്ളതാണ്. പിന്നെ മെന്റേഴ്സ് ഇഫക്റ്റ് ആണ്. അപ്പോൾ വീക്ക്ലി മെന്ററിംഗ് ഉണ്ടാവും, വീക്ക്ലി മെന്ററിംഗ് ഉണ്ടാവും, പിന്നെ മന്ത്ലി മെന്ററിംഗ് ഉണ്ടാവും. അപ്പൊ നമ്മൾ ഫോളോ അപ്പ് ചെയ്യും. മെന്റേഴ്സ് ഫ്രീക്വന്റ് ആയിട്ട് സ്റ്റുഡൻസിന്റെ പ്രിപ്പറേഷനെ ഫോളോ അപ്പ് ചെയ്യും. അതിനനുസരിച്ച് എന്താണ് ഫീഡ്ബാക്കും കാര്യങ്ങളൊക്കെ എടുക്കും എന്നുള്ളതാണ്. ഓക്കെ, സ്റ്റുഡൻസിന്റെ ആവശ്യത്തിനനുസരിച്ച് സ്റ്റഡി പ്ലാൻ പ്രിപ്പയർ ചെയ്ത് കൊടുക്കും. ആവശ്യത്തിനനുസരിച്ച് പിന്നെ എന്താ പറയാ ക്വസ്റ്റ്യൻസ് ആവശ്യത്തിനനുസരിച്ച് ഉള്ള സപ്പോർട്ട് പല രീതിയിൽ മെന്റേഴ്സ് ചെയ്തു കൊടുക്കും എന്നുള്ളതാണ്. ഓക്കെ, അപ്പം ആ ഒരു പ്രിപ്പറേഷനെ കുറച്ചുകൂടെ സ്മൂത്ത് ആക്കാൻ അല്ലെങ്കിൽ കുറച്ചുകൂടി ഈസി ആക്കാൻ ഉള്ള എല്ലാ തരത്തിലുള്ള സപ്പോർട്ടും മെന്റേഴ്സിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാവും. പിന്നെ 9 to 9 മെന്ററിംഗ് ആണ്, ഇപ്പോൾ വേണമെങ്കിലും അവൈലബിൾ ആണ്. അപ്രോച്ച് ചെയ്യാന്നുള്ളതാണ് സ്റ്റുഡൻസിന്. പിന്നെ ഡൗട്ട് ക്ലിയറൻസ് ആയിക്കോട്ടെ, മറ്റു പല ഡൗട്ട്സ് ആയിക്കോട്ടെ, പ്രിപ്പറേഷൻ റിലേറ്റഡ് ആയുള്ള മറ്റു ഡൗട്ട്സ് ആയിക്കോട്ടെ, അപ്പൊ എല്ലാ തരത്തിലുള്ള ഡൗട്ട്സും എന്താണ് മെന്ററിംഗിലൂടെ ക്ലിയർ ആക്കും എന്നുള്ളതാണ്. മെന്റേഴ്സ് ക്ലിയർ ആക്കും എന്നുള്ളതാണ്. അപ്പൊ ഇതൊക്കെയാണ് ഐഫേഴ്സ് റീസൺ ഫോർ സക്സസ് എന്ന് പറയുന്നത്. ഇമോടെക് എംബഡഡ് ലേണിംഗ് സിസ്റ്റം JRFയുടെ യൂണിക് ആയിട്ടുള്ള അപ്രോച്ചാണ്. ഓക്കെ, ഇമോഷണൽ അക്കാഡമിക് സപ്പോർട്ട് മാത്രമല്ല ഐഫർ പ്രൊവൈഡ് ചെയ്യുന്നത്, മറിച്ച് ഇമോഷണൽ ആയിട്ടുള്ള സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യുന്നു. പിന്നെ JRF മാസ്റ്റർ, നമ്മുടെ ലീഡർ JRF മാസ്റ്റർ അല്ലെങ്കിൽ മാസ്റ്റർ അനീസ് ഭുവത്തിയാണ് അല്ലെങ്കിൽ അനിസാറാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ എക്സ്പെർട്ടൈസ്, ഈ ഒരു ഫീൽഡിൽ അദ്ദേഹത്തിനുള്ള എക്സ്പെർട്ടൈസ് ഒക്കെ എന്താണ് ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂഷന്റെ സക്സസിന്റെ കാരണമാണ്. പിന്നെ വെൽ ക്വാളിഫൈഡ് ഫാക്കൽറ്റീസ്, മെന്റേഴ്സ് ഇഫക്റ്റ്, ലൈവ് ക്ലാസ് ഉണ്ടാവും. ഓൾറെഡി പറഞ്ഞ പോലെ സിലബസിൽ ഇമ്പോർട്ടന്റ് ടോപ്പിക്സിനനുസരിച്ച് എല്ലാം ഫോക്കസ് ചെയ്തുകൊണ്ട് ലൈവ് ക്ലാസ് ഉണ്ടാവും എന്നുള്ളതാണ്. അപ്പം പേപ്പർ 1 തിങ്കളാഴ്ച, ചൊവ്വാഴ്ച, ബുധനാഴ്ച, മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ. പേപ്പർ 2 വ്യാഴം, വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ ലൈവ് ക്ലാസ് ഉണ്ടാവും. ഇതില് പിന്നെ ലൈവ് ക്ലാസ് ആയതുകൊണ്ട് തന്നെ എന്താണ് ഒരു ക്ലാസ്സിലൂടെ തന്നെ നമുക്ക് നമ്മുടെ ഡൗട്ട്സ് കാര്യങ്ങൾ ക്ലിയർ ചെയ്യാൻ പറ്റും. ക്ലാസ്സിലൂടെ തന്നെ ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്യാൻ പറ്റും. സ്റ്റഡി പ്ലാൻ ആണ്, നമ്മൾ എല്ലാവർക്കും ഒരു സ്റ്റഡി പ്ലാൻ ഇനീഷ്യലി പ്രൊവൈഡ് ചെയ്യും. അതോടൊപ്പം തന്നെ എന്താണ് നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു ഇതിനനുസരിച്ച് പിന്നെ
സ്റ്റഡി പ്ലാൻ കംഫോർട്ടിനനുസരിച്ച് വേറെ സ്റ്റഡി പ്ലാൻ വേണം, 50 ഡേയ്സ് സ്റ്റഡി പ്ലാൻ വേണം, 50 ഡേയ്സ് സ്റ്റഡി പ്ലാൻ വേണം ഒക്കെ വേണമെങ്കിൽ എന്താണ് അപ്പം തന്നെ നമ്മൾ പ്രിപ്പയർ ചെയ്ത് കൊടുക്കുന്നതാണ്. ഇപ്പൊ ഒരു സ്റ്റഡി പ്ലാൻ ഒരു മോഡലാണ് ഡേ 1, ഡേ 2, ഡേ 3, ഡേ 4. അപ്പൊ ആ രീതിയിൽ എന്താണ് നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. പിന്നെ ലേറ്റസ്റ്റ് PYQ കോമ്പറ്റൻസി സ്റ്റഡി മെറ്റീരിയൽസ് ഫോർ ഓൾ യൂണിറ്റ്സ്. അപ്പൊ നമ്മൾ PYQ ഈ ബുക്ക് ഉണ്ടാവും, PYQs ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഈ ബുക്ക് ഉണ്ടാവും, അതോടൊപ്പം സ്റ്റഡി മെറ്റീരിയൽസ് ഉണ്ടാവും, അപ്ഡേറ്റഡ് സ്റ്റഡി മെറ്റീരിയൽസ് ഉണ്ടാവും. IR ഒക്കെ വരുമ്പോൾ അല്ലെങ്കിൽ പബ്ലിക് IR ഫോറിൻ പോളിസി ഒക്കെ വരുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ്. അപ്പൊ ആ കാര്യങ്ങളൊക്കെ എന്താണ് കുറച്ച് അപ്ഡേഷൻ കാര്യങ്ങളൊക്കെ വരുത്തേണ്ടി വരും അല്ലെ, ഉണ്ടാവും, അപ്ഡേഷൻ ഉണ്ടാവും. അപ്പൊ ആ രീതിയിലൊക്കെ എന്താണ് അപ്ഡേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ സ്റ്റഡി മെറ്റീരിയൽസ് പ്രൊവൈഡ് ചെയ്യുക. അതോടൊപ്പം ലേറ്റസ്റ്റ് PYQ ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുക. അപ്പം ലേറ്റസ്റ്റ് ആയിട്ട് നടന്ന എക്സാമിന്റെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമ്മൾ പ്രൊവൈഡ് ചെയ്യുക. അതായിരിക്കും നമ്മൾ കുറച്ചുകൂടെ എഫക്റ്റീവ് ആയിട്ട് പ്രിപ്പയർ ചെയ്യാൻ സഹായിക്കും, കുറച്ചുകൂടി യൂസ്ഫുൾ ആയിട്ട് വരിക ലേറ്റസ്റ്റ് ആയിട്ട് നടന്ന എക്സാമിന്റെ. പിന്നെ ഡെയിലി ടെസ്റ്റ് ഉണ്ടാവും, വീക്ക്ലി ടെസ്റ്റ് ഉണ്ടാവും, മന്ത്ലി ടെസ്റ്റ് ഉണ്ടാവും. ഡെയിലി ടെസ്റ്റ് ഉണ്ടാവും, എല്ലാ ദിവസവും ടെസ്റ്റ് ഉണ്ടാവും, വീക്ക്ലി ടെസ്റ്റ് ഉണ്ടാവും, മന്ത്ലി ടെസ്റ്റ് ഉണ്ടാവും. ഡെയിലി ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ 10 ക്വസ്റ്റ്യൻസ് ആണ്, വീക്ക്ലി ടെസ്റ്റ് 50 ക്വസ്റ്റ്യൻസ് ആണ്, മന്ത്ലി ടെസ്റ്റ് 150 ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, അപ്പൊ ഈ രീതിയിലാണ് ടെസ്റ്റുകൾ വരുന്നത്. പിന്നെ ഐഫർ റിസർച്ച് ഫെലോഷിപ്പ് ആണ്. അപ്പം എക്സാമിന് തൊട്ട് മുന്നേ, അതായത് ഒരു മാസം മുന്നേ, റിയൽ എക്സാമിന് ഒരു മാസം മുന്നേ ഐഫർ നെറ്റ് മോഡലിൽ നടത്തുന്ന ഒരു എക്സാം ആണ്. നെറ്റ് എക്സാം പാറ്റേണിൽ അല്ലെങ്കിൽ മോഡലിൽ നടത്തുന്ന ഒരു എക്സാം ആണ് ഐഫർ റിസർച്ച് ഫെലോഷിപ്പ് എന്ന് പറയുന്നത്, ARF എക്സാം എന്ന് പറയുന്നത്. ഇത് വളരെ ഹെൽപ്ഫുൾ ആണ്. നമ്മൾ എക്സാം പാറ്റേൺ അനുസരിച്ച് നമ്മൾ ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്യും. അപ്പൊ ഈ ഒരു എക്സാം അറ്റൻഡ് ചെയ്യുക അല്ലെങ്കിൽ അതിൽ ടോപ്പ് വരിക എന്ന് പറയുന്നത് ഇറ്റ്സ് ഈക്വൽ ടു ടോപ്പിംഗ് നെറ്റ് എക്സാം എന്ന് പറയുന്നത്, ഈക്വൽ ടു ടോപ്പിംഗ് നെറ്റ് എക്സാം. അപ്പം IRF ടോപ്പർ ഈസ് ഈക്വൽ ടു ടോപ്പർ എന്നുള്ളതാണ്. അപ്പൊ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള എക്സാമിന്റെ പാറ്റേൺ അനുസരിച്ച് ആണ് ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ഈ എക്സാമിന് മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ടോപ്പർക്ക്, ഓരോ സബ്ജക്ട് ടോപ്പറിനും, പൊളിറ്റിക്കൽ സയൻസ് സബ്ജക്ട് ARF ടോപ്പറിന് 10,000 വൺ ടൈം ഫെലോഷിപ്പും, PhD ജോയിൻ ചെയ്യുന്ന സമയത്ത് 10,000 വൺ ടൈം ഫെലോഷിപ്പും ഐഫർ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും എന്നുള്ളതാണ്. ഇതാണ് ARF എക്സാമിന്റെ പ്രത്യേകത. സ്റ്റുഡന്റ് ഗ്രോത്ത് റിപ്പോർട്ടാണ്. നമ്മളെ കയ്യിൽ സ്റ്റുഡന്റിന്റെ പ്രിപ്പറേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ഡാറ്റ, റിലേറ്റഡ് ഡാറ്റ ഉണ്ടാവും. എത്രത്തോളം സ്റ്റുഡന്റ് എത്ര ലൈവ് ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യുന്നുണ്ട്, എത്ര ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്, എത്ര ടെസ്റ്റ് സ്റ്റുഡൻസ് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്, ആ രീതിയിലുള്ള ഡാറ്റ കാര്യങ്ങളൊക്കെ എന്താണ് നമ്മളെ കയ്യിലുണ്ടാവും. അതിനനുസരിച്ച് നമുക്ക് അവരെ ഫോളോ അപ്പ് ചെയ്യാൻ പറ്റും, മെന്റർ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. സ്റ്റുഡൻസിനെ മെന്റർ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഓക്കെ, അപ്പം ഒരു സ്റ്റുഡന്റ് നമ്മൾ വിളിക്കുമ്പോൾ, നമ്മൾ മെന്റർ വിളിക്കുകയാണ്, ഒരു സ്റ്റുഡന്റ് വിളിക്കുകയാണ്. അപ്പം മെന്ററിന്റെ കയ്യിൽ റിലേറ്റഡ് ആയിട്ടുള്ള സംഭവം ഉണ്ടാവും. സ്റ്റുഡന്റ് എത്ര ലൈവ് ക്ലാസ് കണ്ടു, എത്ര ടെസ്റ്റ് പ്രാക്ടീസ് ചെയ്തു, ഇതൊക്കെ എന്താണ് മെന്ററിന് അറിയാം. അപ്പൊ ആ രീതിയിൽ മെന്ററിന് സ്റ്റുഡന്റിനെ സഹായിക്കാൻ പറ്റും, എന്നുള്ളതാണ്. പിന്നെ ഇതാണ് വരുന്നത് ടോട്ടൽ കോഴ്സ് കംപ്ലീഷൻ 26.32%. വീഡിയോ കംപ്ലീഷൻ, എത്രത്തോളം വീഡിയോ കണ്ടു, എത്രത്തോളം ടെസ്റ്റ് അറ്റൻഡ് ചെയ്തു എന്നുള്ള രീതിയിൽ, വീഡിയോ എത്ര കണ്ടു, എത്ര ശതമാനം കണ്ടു, ടെസ്റ്റ് എത്ര, വീഡിയോ ലെസൺസ് ടെസ്റ്റ് എത്ര അറ്റൻഡ് ചെയ്തു, ആ രീതിയിലൊക്കെ എന്താണ് നമുക്ക് ഇത് വരും, ഡാറ്റ ആയിട്ട് വരും. പിന്നെ ലൈവ് ക്ലാസ് എത്ര അറ്റൻഡ് ചെയ്തു. ഓക്കെ, യൂണിറ്റ് വൈസ് എത്ര അറ്റൻഡ് ചെയ്തു, യൂണിറ്റ് 1 ലൈവ് ക്ലാസ് എത്ര അറ്റൻഡ് ചെയ്തു, യൂണിറ്റ് 2 എത്ര ലൈവ് ക്ലാസ് അറ്റൻഡ് ചെയ്തു എന്ന രീതിയിൽ നമ്മൾ സിസ്റ്റമാറ്റിക് ആയിട്ട് നമുക്ക് എന്താണ് നമ്മളെ കയ്യിൽ ഡാറ്റ ഉണ്ടാവും. അതിനനുസരിച്ച് നമുക്ക് സ്റ്റുഡന്റിനെ മെന്റർ ചെയ്യാനും ഫീഡ്ബാക്ക് കൊടുക്കാനും പറ്റും എന്നുള്ളതാണ്. മെഗാ മോക്ക് ടെസ്റ്റ് എത്ര അറ്റൻഡ് ചെയ്തു, വീക്ക്ലി ടെസ്റ്റുകൾ എങ്ങനെയാണ് അറ്റൻഡ് ചെയ്യുന്നത്, വീക്ക്ലി ടെസ്റ്റ്, മെഗാ മോക്ക് ടെസ്റ്റ്, വീക്ക്ലി ടെസ്റ്റ് ഒക്കെ എങ്ങനെയാണ് അറ്റൻഡ് ചെയ്തത്, എത്ര അറ്റൻഡ് ചെയ്തു, എങ്ങനെ അറ്റൻഡ് ചെയ്യുന്നു എന്നൊക്കെ നമുക്ക് അറിയാൻ സാധിക്കുന്നതാണ്. ഡെയിലി ടെസ്റ്റ് എത്ര അറ്റൻഡ് ചെയ്തു, പിന്നെ ഡെയിലി ടെസ്റ്റ് കൺസിസ്റ്റന്റ് ആയിട്ടാണ് സ്റ്റുഡന്റ് അറ്റൻഡ് ചെയ്യുന്നത്, ഇതെല്ലാം നമുക്ക് അറിയാൻ സാധിക്കും. യൂണിറ്റ് വൈസ് നമ്മൾ കാറ്റഗറൈസ്ഡ് PYQ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പം കാറ്റഗറൈസ്ഡ് PYQ എങ്ങനെയാണ്, എത്രത്തോളം അറ്റൻഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ എല്ലാ തരത്തിലുള്ള സ്റ്റുഡന്റിന്റെ പ്രിപ്പറേഷൻ എങ്ങനെയാണ് പോകുന്നത്, ഏത് രീതിയിലാണ് പോകുന്നത് എന്ന് നമുക്ക് അറിയാൻ സാധിക്കും. അതിനനുസരിച്ച് എന്താണ് സ്റ്റുഡന്റിനെ മെന്റർ ചെയ്യാനും അവരെ ഹെൽപ്പ് ചെയ്യാനും ഫോളോ അപ്പ് ചെയ്യാനൊക്കെ നമുക്ക് അറിയാൻ സാധിക്കും എന്നുള്ളതാണ്. പിന്നെ ആക്ടിവിറ്റി ഗ്രൂപ്പാണ്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഡെയിലി ബേസിസിൽ നമ്മൾ ആക്ടിവിറ്റീസ് ഈ ഒരു ഗ്രൂപ്പിൽ കൊടുക്കും. ആ ആക്ടിവിറ്റീസ് എന്താണ് എക്സാമിന് ഹെൽപ്ഫുൾ ആയിട്ടുള്ള ആക്ടിവിറ്റീസ് കാര്യങ്ങൾ. ഫോർ എക്സാമ്പിൾ പിന്നെ ഈ ഒരു ടോപ്പിക്കിൽ അല്ലെങ്കിൽ ഒരു ടോപ്പിക്കിൽ ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്തുകൊണ്ട് വരിക, അല്ലെങ്കിൽ A വെച്ച് തുടങ്ങുന്ന ഇമ്പോർട്ടന്റ് കോൺസെപ്റ്റ്സ് ആൻഡ് ദ മീനിങ് ലിസ്റ്റ് ഔട്ട് ചെയ്യാം. പിന്നെ ഇമ്പോർട്ടന്റ് ക്രോണോളജി, ഈ ഒരു യൂണിറ്റിലെ ഇമ്പോർട്ടന്റ് ക്രോണോളജിക്കൽ ആയിട്ടുള്ള ടോപ്പിക്സ് ലിസ്റ്റ് ഔട്ട് ചെയ്യാം.
ഇങ്ങനത്തെ ഇങ്ങനത്തെ പോലുള്ള എക്സാംസിന് ഹെൽപ്ഫുൾ ആയിട്ടുള്ള ആക്ടിവിറ്റീസ് കാര്യങ്ങളൊക്കെ എന്താണ് ഈ കൂടെ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അത് എക്സാമിന് അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ ഹെൽപ്ഫുൾ ആയിരിക്കും, സ്റ്റുഡൻസിന് ഹെൽപ്ഫുൾ ആയിരിക്കും. പിന്നെ JRF ക്ലബ് ആണ്, വളരെ ഇമ്പോർട്ടന്റ് ആണ്, വളരെ ഐഫറിന്റെ ഒരു പ്രീമിയർ അല്ലെങ്കിൽ വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു ഫീച്ചർ ആണ് JRF ക്ലബ് എന്ന് പറയുന്നത്. PYQ ഫോക്കസ്ഡ് അല്ലെ PYQ ബേസ്ഡ് JRF ക്ലബ്. ഈ ഒരു ക്ലാസ്സിൽ പിന്നെ PYQs റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ചോദിക്കുന്നത്. PYQ ബേസ്ഡ് ആയിട്ടുള്ള PYQs, അതോടൊപ്പം തന്നെ PYQ ബേസ്ഡ് ആയിട്ടുള്ള ഇമ്പോർട്ടന്റ് ടോപ്പിക്സ് ആണ് ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. കംപ്ലീറ്റ്ലി ബേസ്ഡ് ഓൺ PYQ, കംപ്ലീറ്റ്ലി ബേസ്ഡ് ഓൺ PYQ ആണ്. PYQ ഫോക്കസ് ചെയ്തുകൊണ്ട് ആയിരിക്കും JRF ക്ലബ് നടക്കുക. അപ്പൊ ആ രീതിയിൽ ഇമ്പോർട്ടന്റ് ടോപ്പിക്സ്, ഇമ്പോർട്ടന്റ് കോൺസെപ്റ്റ്സ് കാര്യങ്ങളൊക്കെ നമ്മൾ PYQസിലൂടെ ഈ ഒരു ക്ലാസ്സിലൂടെ PYQ ബേസ്ഡ് ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യും. ഓക്കെ, അപ്പൊ JRF ക്ലബ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. എക്സാമിന് ഒരു 1-2 മാസം മുന്നേ നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. JRF ക്ലബ് എനിക്ക് 2 മാസം 3 മാസം മുന്നേ തന്നെ നമ്മൾ JRF ക്ലബ് സ്റ്റാർട്ട് ചെയ്യും. അപ്പൊ ആ ഒരു ഏർലി പ്രിപ്പറേഷൻ എന്ന് പറയുന്നത്, അല്ലെ ഏർലി ആ സ്റ്റാർട്ടിംഗ് എന്ന് പറയുന്നത് എന്താണ്, ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. സ്റ്റുഡൻസിന് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മൾ വളരെ നേരത്തെ തന്നെ നമ്മൾ എക്സാമിന് പ്രിപ്പയർഡ് ആയി ഇരിക്കും എന്നുള്ളതാണ്. പിന്നെ പോഡ്കാസ്റ്റ്, പിന്നെ അനീസാറിന്റെ പോഡ്കാസ്റ്റ് ഉണ്ടാവും, മെന്റേഴ്സിന്റെ പോഡ്കാസ്റ്റ് ഉണ്ടാവും. ഓരോ മെന്റേഴ്സിന്റെ ഇപ്പൊ ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാർ പോഡ്കാസ്റ്റ്, ക്വാളിഫൈഡ് ആയിട്ടുള്ളവരാണ് മെന്റേഴ്സ് എന്ന് പറയുന്നത്, ഫാക്കൽറ്റീസ് എന്ന് പറയുന്നത്. ഇവരുടെയൊക്കെ പോഡ്കാസ്റ്റ്, എസ്പെഷ്യലി അനീസാറിന്റെ പോഡ്കാസ്റ്റ് ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. അപ്പം വീക്ക്ലി ബേസിസ് അല്ലെ മന്ത്ലി ബേസിസിൽ, ഡെയിലി ബേസിസിലൊക്കെ എന്താണ് പോഡ്കാസ്റ്റ് ഉണ്ടാവും എന്നുള്ളതാണ്. അപ്പൊ അത് നമ്മളെ മോട്ടിവേറ്റ് ചെയ്യാനും അതോടൊപ്പം തന്നെ എന്താണ് സ്ട്രോങ് ആയിട്ട് മുന്നോട്ട് പോകാനൊക്കെ പോഡ്കാസ്റ്റ് സഹായിക്കും എന്നുള്ളത്. പിന്നെ ഹാപ്പിനെസ് ഓഫീസേഴ്സ് ആണ്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഞാൻ ഇനീഷ്യലി പറഞ്ഞു, നമ്മൾ ഭയങ്കര സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള സിറ്റുവേഷനിലേക്ക് ചിലപ്പോൾ കടന്നു പോകാം, ആൻഷ്യസ് ആയിട്ട് സിറ്റുവേഷനിലൂടെ കടന്നു പോകാം. ആ സമയത്തൊക്കെ എന്താണ് ഒരു ഇമോഷണൽ സപ്പോർട്ടായിട്ട് നമ്മുടെ കൂടെ നിൽക്കുക ഹാപ്പിനെസ് ഓഫീസേഴ്സ് ആണ്. മെന്റേഴ്സിനൊപ്പം അല്ലെ മെന്റേഴ്സും കൂടെ ഉണ്ടാവും, അതോടൊപ്പം തന്നെ ഹാപ്പിനെസ് ഓഫീസേഴ്സും കൂടെ ഉണ്ടാവും എന്നുള്ളതാണ്. നമ്മളെ ഫോളോ ചെയ്യും, അതിന് നമ്മൾ ഫോളോ അപ്പ് ചെയ്യുന്നതാണ്. ബേസിസ് അല്ലെങ്കിൽ വീക്ക്ലി ബേസിസ് നമ്മളെ ഫോളോ അപ്പ് ചെയ്യും. ഓക്കെ ആണോ എന്ന് ചോദിക്കും, പിന്നെ പ്രിപ്പറേഷൻ എങ്ങനെ പോകുന്നുണ്ടെന്ന് ചോദിക്കും. അപ്പോൾ നമ്മളെ ഇമോഷണലി നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഇമ്പോർട്ടന്റ് ഫാക്ടറാണ്, അല്ലെ കമ്പോണന്റ് ആണ് ഐഫറിനെ സംബന്ധിച്ചുള്ള ഹാപ്പിനെസ് ഓഫീസേഴ്സ് എന്ന് പറയുന്നത്. മെന്റേഴ്സ് പോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയുള്ള ആൾക്കാരാണ് ഹാപ്പിനെസ് ഓഫീസർ. പ്രിപ്പറേഷൻ പ്രോപ്പർ ആയിട്ട് സ്മൂത്ത് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ ഇമോഷണൽ സപ്പോർട്ട്, എസ്പെഷ്യലി ഇമോഷണൽ സപ്പോർട്ട് പിന്നെ തരുന്ന ഒരു ഫാക്ടർ ആണെന്ന് ഹാപ്പിനെസ് ഓഫീസേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇത് ഐഫറിന്റെ ഒരു എക്സ്ക്ലൂസീവ് ഫീച്ചർ ആണ് എന്നുള്ളതാണ്. JRF ക്ലബും ഹാപ്പിനെസ് ഓഫീസേഴ്സ് ഒക്കെ ഐഫറിന്റെ ഒരു എക്സ്ക്ലൂസീവ് ഫീച്ചേഴ്സ് ആണ്. അപ്പൊ ഇതൊക്കെയാണ് ഐഫറിന്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇതാണ് ഐഫറിന്റെ യൂണിക് അപ്രോച്ച് എന്ന് പറയുന്നത്. JRF ക്ലബ്, ഹാപ്പിനെസ് ഓഫീസേഴ്സ്, JRF എക്സാം, ഗ്രോത്ത് റിപ്പോർട്ട്. ഇതിലൂടെയൊക്കെ എന്താണ് പിന്നെ നമ്മുടെ അനീസ് സാറ്, വെൽ എക്സ്പീരിയൻസ് ഫാക്കൽറ്റീസ്, മെന്റേഴ്സ്, മെന്ററിങ്, ഇമോടെക്, ഇമോഷണൽ സപ്പോർട്ടാണ് ഇവിടെ വളരെ ഇമ്പോർട്ടന്റ്. അക്കാഡമിക് സപ്പോർട്ട് ചിലപ്പോൾ അക്കാഡമിക് സപ്പോർട്ട് മാത്രം പോരാതെ വരും, അല്ലെ? ചിലപ്പോൾ അക്കാഡമിക് സപ്പോർട്ട് മാത്രം പോരാതെ വരും. ആ സമയത്ത് നമ്മൾ ഇമോഷണലി നമ്മൾ സപ്പോർട്ട് ചെയ്യും എന്നുള്ളതാണ്. ഇതൊക്കെയാണ് ഐഫറിന്റെ യൂണിക് അപ്രോച്ച് എന്ന് പറയുന്നത്. ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് മിഷൻ JRF പ്രീമിയം ബാച്ചിലേക്കുള്ള അഡ്മിഷൻ ആണ്. അപ്പം ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് JRF ടാർഗറ്റ് സ്റ്റഡി പ്ലാൻ, 1-to-1 mentoring, tutorials, top quality study materials, experienced faculties, JRF club preparatory test, individual study plan, PYQ based blueprint, activity, JRF exam, student growth report, live syllabus covering, live session. അപ്പൊ എന്തൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്ത് ഐഫറിന്റെ യൂണിക് അപ്രോച്ചിന്റെ അണ്ടറിൽ ഡിസ്കസ് ചെയ്ത് അതെല്ലാം ഈ ഒരു ബാച്ചിൽ അവൈലബിൾ ആയിരിക്കും. അങ്ങനെ നമുക്ക് ഏറ്റവും JRF എല്ലാം ക്രാക്ക് ചെയ്യാം, JRF തന്നെ ക്രാക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്പം ഈ ഒരു പിന്നെ ബാച്ചിലേക്ക് അഡ്മിഷൻ എടുക്കാൻ ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആ രീതിയിൽ നിന്നാണ് നമുക്ക് സ്ട്രോങ് ആയിട്ട് തന്നെ പോവാം, അല്ലെങ്കിൽ ഒരുമിച്ച് നെറ്റും JRF തന്നെ ക്രാക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ക്രാക്ക് ചെയ്യാം എന്നുള്ളതാണ്. അപ്പം ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് മിഷൻ JRF പ്രീമിയം ബാച്ചിലേക്ക് അഡ്മിഷൻ. എല്ലാവരും ഇത് സീരിയസ് ആയിട്ട് തന്നെ എടുക്കുക. അടുത്ത ജൂൺ എക്സാമിന്, വരാൻ പോകുന്ന ജൂൺ എക്സാമിന് എല്ലാവർക്കും JRF ക്വാളിഫൈ ചെയ്യാൻ സാധിക്കട്ടെ. അപ്പൊ ആ ഒരു രീതിയിൽ എന്താണ് പ്രിപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കട്ടെ. യെസ്, ഇത്രയും കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാൻ വിചാരിച്ചിരുന്നത്. എക്സാമിനെ കുറിച്ച് പറഞ്ഞു. എക്സാമിനെ കുറിച്ച് ആദ്യം പറഞ്ഞു, പൊളിറ്റിക്കൽ സയൻസ് എക്സാമിനെ കുറിച്ച് സ്പെസിഫിക് ആയിട്ട് സിലബസിനെ കുറിച്ച് എല്ലാം പറഞ്ഞു. നമ്മൾ ഡിസ്കസ് ചെയ്ത ഐഫറിനെ കുറിച്ചാണ്. ഐഫർ എങ്ങനെയാണ്
ഈ ഒരു ഐഫർ എങ്ങനെയാണ് ഈ ഒരു സക്സസ് ഐഫറിന്റെ ആ റിസൾട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നത്, ഒരുപാട് റിസൾട്ട് കൊണ്ടുവരുന്നത്, ഒരുപാട് സ്റ്റുഡൻസിനെ സഹായിക്കുന്നത്, എക്സാം ക്വാളിഫൈ ചെയ്യാൻ സഹായിക്കുന്നത്, അല്ലെങ്കിൽ ഐഫറിലൂടെ എങ്ങനെയാണ് ഒരുപാട് സ്റ്റുഡൻസ് നെറ്റും JRF ഒക്കെ ക്വാളിഫൈ ചെയ്യുന്നത്. അപ്പം പിന്നെ ഇത്രയും കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്ത്. അപ്പം യെസ് താങ്ക് യു വെരി മച്ച്. ഈ ഒരു പ്രീമിയർ ബാച്ചിനെ കുറിച്ച് നിങ്ങൾ എല്ലാവരും സീരിയസ് ആയിട്ട് തന്നെ എടുക്കുക. താങ്ക് യു ഫോർ യുവർ ടൈം. താങ്ക് യു വെരി മച്ച്.